ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അല്ലെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒറ്റ കാര്യവും വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. മറ്റു പല പുസ്തകത്തിലും തിരുത്തേണ്ട ഗതികേടും വരും. കാരണം തന്നെയല്ല, ഇതെല്ലാം ഒരാളിരുന്ന് എഴുതിയതല്ലേ. ഒരാളോട് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചു. കുഞ്ഞാമാച്ചൻ ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ച ഞാൻ പറഞ്ഞു തരാം, ചാക്കോച്ചൻ അങ്ങ് എഴുതണം. അങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ ആൾക്കാരും പുതിയ വേറെ പുസ്തകം ഇറക്കുക. പുതിയ വേറെ പുസ്തകം എല്ലാം അങ്ങ് തിരുത്തുക, മൊത്തം അങ്ങ് തിരുത്തുക. വസ്ത്രത്തെ പറ്റി പുതിയ ലിനൻ തുണി, ലിനൻ നിങ്ങൾ വായിച്ചോ? പാസ്റ്റർ വായിച്ചോ? ലിനൻ എന്നാ കൊടുത്തത്, ലിനൻ. യേശുവിന് ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിന് ഒരു തിരുത്തലും വന്നിട്ടില്ല, ഗതികേടില്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യം തന്നെ 1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാടും അത് തന്നെ. ഉൽപ്പത്തി 1:1 വായിച്ചേ, 1:1. വായിച്ചോ ഷൂപ്പാസ്റ്റർ വേണേ വായിച്ചോ. ഓ മൈക്കൂടെ വായിക്കാം. എന്നാമേ? ആദിയിൽ ദൈവം ഇങ്ങോട്ട് നോക്കിയേ. ദൈവം ഏകവചനമാണോ ബഹുവചനമാണോ? ഏകവചനം എന്ന് പറഞ്ഞ വേറെ ആളുകളില്ല, വേറെ ദൈവം ഇല്ലെന്ന്. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും അത് തന്നെ സ്ഥാപിച്ചേക്കുന്നേ. ആ ദൈവം തന്നെ ഇന്നും ജീവിക്കുന്നേ. ഇടയ്ക്ക് യാതൊരു ആൾക്കാരും ഞാനിവിടെ ഒന്ന് ദൈവം കളിക്കാന്ന് പറഞ്ഞ് കയറി വന്നില്ല. ഇപ്പം പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ദൈവം കളിക്കുക. പെണ്ണുങ്ങൾക്ക് ആ കാശ് ദൈവം കളിച്ചാലേ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ഏകവചനം, ഒരേ ഒരു ദൈവം, സത്യദൈവം, ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. മോനെ, എനിക്ക് മൈക്ക് ഒരു സുഖം വരുന്നില്ല, എനിക്ക് പറയാൻ അറിയത്തില്ല അതെന്നാന്ന്. എന്തോ എനിക്ക് അറിയത്തില്ല പറയാൻ. ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ക്ലാരിറ്റി. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയില്ല. ക്ലാരിറ്റി. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗമൊക്കെ ഉള്ളത് കൊണ്ടേ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവരും കൂടെ ചെന്ന് പറഞ്ഞാൽ കൊച്ചൻ വേറെ വല്ലതും തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കടന്നു പോഴേ. അവനെ എൻ്റെ പരുവത്തിന് ചെയ്യട്ടെ. ഇതാരാ? നമ്മുടെ ആളാണോ? അവിടെ ഇവിടെ നിന്നെല്ലാം കൈ കാണിച്ച് ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരോ. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരോ. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പരിവർത്തനം നിൽക്കട്ടെ. അപ്പോൾ ആദിയിൽ ദൈവം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവം, ഏകദൈവം. 1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോഴും ആ ഒരു ദൈവത്തെ പറ്റി തന്നെ പറയുന്നത്. അതായി പുസ്തകത്തിന്റെ മാഹാത്മ്യം. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. വായിച്ചേ സഹോദരി, 1-ാം വാക്യം 1. ഷൂപാസ്റ്റം വായിച്ചു, 2 പേരും എനിക്ക് സഹായത്തിന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ അല്ലാതെ അങ്ങനൊന്നും സൃഷ്ടിച്ചതല്ല. ദൈവം സൃഷ്ടിച്ചെന്ന.
1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. 4:11 കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും എല്ലാം വായിക്കാൻ നേരമില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 പറയുകയാ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും അത് തന്നെ സ്ഥാപിച്ചാ പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ ഇത് മുഴുവൻ സൃഷ്ടിച്ചേക്കുന്നേ. ദൈവത്തിന് മഹത്വം. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെയും ഈ കാണുന്ന ബ്രഹ്മാണ്ട കോടിണ്ടാണ്ടത്തെയും മുഴുവൻ നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ സർവജ്ഞനായ ദൈവമാണ്. ഈ ദൈവം ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഇതൊരു മതത്തിന്റെ ദൈവമല്ല, സംഘടനയുടെ ദൈവമല്ല, സഭയുടെ ദൈവമല്ല, കുറെ ഗ്രൂപ്പുകാരുടെ ദൈവമല്ല. അഖിലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന ദൈവം അവൻ മുഴു ലോകത്തിന്റെയും ദൈവമാ. അവിടുന്ന് സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, ഏക ദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ദൈവത്തിന് മഹത്വം. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. അതെ, മുമ്പോട്ട് ഓടിച്ചു പോകാം. ആദ്യ ദിവസവും സുവിശേഷ യോഗത്തിന്റെ ആദ്യ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ദൈവത്തിന്റെ മഹത്വം തന്നെയല്ല. ഇത് എന്നതാന്ന് ചിലർക്ക് അറിയത്തില്ല. അപ്പം അതൊന്ന് മനസ്സിലാക്കാൻ അതുങ്ങളെല്ലാം കൂടെ ചരലക്കുന്ന് കടന്ന് ബഹളം ഉണ്ടാക്കിയ ചോദിച്ചാൽ എന്നതാണോ പാറപ്പുറത്ത് ചിരട്ട ഇട്ടൊരയ്ക്കുന്നതിൽ ഒരുത്തം വന്ന് ഏതാണ്ട് പറഞ്ഞേച്ചും പോയി. ഒന്നും പിടികിട്ടിയില്ല. അത് വരരുത്. അതിനകത്ത് വളരെ ലളിതമായി ശാന്തമായി അങ്ങനെയുള്ള ഈ പുസ്തകം, സത്യവേദ പുസ്തകം, 66 പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, മൊത്തം 66 പുസ്തകം. പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകം. ഏതാണ്ട് 40 എഴുത്തുകാര് ചേർന്ന് എഴുതി. തമ്മിൽ കണ്ടിട്ടില്ല, ആശയവിനിമയം ഒന്നും നടത്തിയിട്ടില്ല. പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരായി ഇവർ പലരും. അത് പഴയ നിയമം, പുതിയ നിയമം, അങ്ങനെ 2 നിയമങ്ങളാണ്. അതിൽ പഴയ നിയമം 39 പുസ്തകം. ഏതാണ്ട് 32 പേരാണ് ഈ 39 പുസ്തകം എഴുതിയത്. പുതിയ നിയമത്തിൽ 27 പുസ്തകം, അത് 8 പേരാ എഴുതിയത്. അതിൽ 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ 4 പേര് അപ്പോസ്തലന്മാർ: 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. അത് 4 പേര് അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല, നമുക്കറിയാം. അതിൽ 1 ലൂക്കോസ്, 2 മർക്കോസ്, 3 യൂദ, 4 യാക്കോബ്. ആ 4 പേര്, 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ശിഷ്യന്മാരാ. ലൂക്കോസും മർക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെ സന്തത സഹചാരിയും, ലൂക്കോസ് പൗലോസിന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് സഹായമായി നിന്ന ആൾക്കാരാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 8 പേര് ചേർന്നാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള ഈ പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. അതിൽ 4 പുസ്തകം ഒരാടെ ചരിത്രമാ. മറ്റാരുമല്ല, ലോകരക്ഷകനാകുന്ന നസറേയനാകുന്ന യേശുവിന്റെ ചരിത്രം. ഏറ്റവും നല്ല ചരിത്രവും കൊള്ളാവുന്ന ചരിത്രവും കേട്ടിരിക്കാൻ പറ്റിയ ചരിത്രവും യേശുവിന്റെ ചരിത്രമാണ്. നമ്മുടെ ചരിത്രം ഒന്നും മനസ്സിലാകാഴിയല്ല, കേട്ടിരിക്കാൻ അത്ര അല്ല, നിങ്ങൾക്കും അറിയാവില്ല, അതുകൊണ്ട് നന്നായി. നമ്മുടെ ചരിത്രവും നമ്മുടെ കുടുംബചരിത്രവും ഒന്നും അധികം വിളമ്പാതിരിക്കുന്നതാ നല്ലത്. ഇപ്പം വിളമ്പിയാൽ ചിലപ്പോൾ കേൾക്കും. പഴയ ആൾക്കാരൂടെ കേൾക്കണം, അന്നേരം അവർ പഴയ കാര്യം പറഞ്ഞു തരും. മിണ്ടുന്നില്ല. നമ്മുടെ ചരിത്രം അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. നല്ല കുടുംബചരിത്രം അത് യേശുക്രിസ്തുവിൻ്റെയാണ്. ഞാൻ മിക്കയിടത്തും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പിന്നെ ഇപ്പം ഇത് ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. തെറ്റുകാന്ന് ക്ഷമിക്കണേ. അപ്പം ഈ ചിലർ കുടുംബമഹിമയൊക്കെ പറയുന്നത് കേൾക്കണം. കുടുംബചരിത്രം എന്തോ ചാണ്ടിച്ച ആരെങ്കിലും വിളിക്കണം. ഇപ്പം വേണ്ട. എന്നോടൊരു കരുതലുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ കുടുംബചരിത്രം, ഞാൻ മിക്ക കുടുംബചരിത്ര പുസ്തകവും വായിച്ചിട്ടുണ്ട്.
എണ്ണശ്ശേരി കുടുംബം, മട്ടശ്ശേരി കുടുംബം, തായില്ലം ഈ ഏരിയയിലൊക്കെ തായില്ലം, കോടഞ്ചേരി തായില്ലം മൂല കുടുംബമാണ്. പിന്നെ അങ്ങനെ പകലോമറ്റം, ശങ്കരപുരി, കാളികാവ്, കള്ളിക്കുടുംബത്തിൻ്റെ പുസ്തകം ഇതുവരെ കണ്ടില്ല. പേരത്ര നല്ലതല്ല. എന്തുവാ കള്ളി? ഇവിടെയും കള്ളി ആരും ഇല്ലെന്ന് തോന്നുന്നു. പേപ്പർ വായിച്ചാൽ മുഴുവൻ പകലോമറ്റമാണ്. ശങ്കരപുരി, പകലോമറ്റം, കാളികാവ്. ഞാൻ ഇകഴ്ത്തി പറഞ്ഞു വന്ന് വല്ല പുകഴ്ത്തി തന്നെ അങ്ങ് പറയുക. ഈ കുടുംബചരിത്ര പുസ്തകം നിങ്ങൾ പിന്നെ നോക്കിക്കോ. ഇതെല്ലാം വായിച്ച് വരുമ്പോൾ തുടക്കം ഇങ്ങനെ, കുറവലങ്ങാട്ടിൽ നിന്നൊരു അപ്പച്ചൻ വന്നു. ചാണ്ടിച്ചാൻ വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടേതും അങ്ങനെ ആയിരിക്കാനാ സാധ്യത. കുറവലങ്ങാട്ടിന്ന് ഇപ്പൊ ഇവർ രണ്ടുപേരും പറയും ഞങ്ങൾ അവിടുന്ന് വന്നതല്ല, വള്ളത്തെ വന്നതാന്ന് പറയും. വള്ളത്തെ വന്നെങ്കിലും പേരൊന്നുമില്ല, വള്ളത്തെ വന്നേ ഉള്ളൂ. ആടെ മുങ്ങാതിത്തറ്റം എത്തിയല്ലോ. ഈ ചരിത്ര പുസ്തകമെല്ലാം ഞാൻ മിക്കതും വായിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം കണ്ടിരിക്കുന്ന പ്രയോഗം ലാസ്റ്റ് വരുന്ന ഇങ്ങനെ, കുറവലഞ്ഞാട്ടിന്നൊരു അപ്പച്ചൻ വന്നു. പുള്ളിയുടെ അപ്പച്ചനെ പറ്റി ഒരു വിവരവും ഇല്ല. നിങ്ങൾ സംശയമുണ്ട് പോയി നോക്കൂ. അതിന് പൗലോസ് തത്തുല്യമായ ഒരു പ്രയോഗം, വിഷയം വേറെ ആണെങ്കിലും കൊടുത്തു. അന്തമില്ലാത്ത വംശാവലി. എനിക്ക് തോന്നുന്നു 1-ാം അധ്യായത്തിന്റെ 3 തോന്നുന്നു. തിമത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3 തോന്നുന്നു. തെറ്റുകാണെങ്കിൽ അറിവുള്ളവർ തിരുത്തി ഒന്ന് വായിച്ച് സഹായിക്കണം. അതല്ലേ? അതാ വായിക്കും മാസ്റ്റർ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം പോകുന്ന കെട്ടുകഥകളെയും. അടുത്ത പദം, അന്തമില്ലാത്ത ഒരു വെളിവും വെള്ളിയാഴ്ച അന്തവുമില്ല. ഒരന്തം വേണ്ടേ? സാമ്പാസ് തന്നെ നോക്കുന്നു. ഞങ്ങളുടെ പാണ്ടിശ്ശേരിലെയാ. നിങ്ങളുടേതും അങ്ങനെ തന്നെ. കുറവലങ്ങാട്ടിന്ന് എല്ലാവരുടെയും എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കും. ചോദിച്ചാ അന്തമില്ലാത്ത വംശാവലിയ. ഇത് ചുമ്മാ തർക്കത്തിനാ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം പോകുന്ന കെട്ടുകഥകളെയും. അന്തമില്ലാത്ത വംശാവലി കെട്ടുകഥയാ. തോമാസ് വന്നു, കുരിശെടുത്ത് അങ്ങോട്ടിട്ടു. അപ്പൊ അത് തോമത്ത് കടവായി. ഉടനെ അവര് പറഞ്ഞു ഈ കടവിലല്ല വന്നേ, അപ്പുറത്തെ കടവില്ല. തർക്കമല്ലേ? ഉടനെ അടുത്ത ആൾക്കാർ പറഞ്ഞു ഈ തോമായല്ല, മറ്റേ തോമായ വന്നെന്ന്. ഏതാ? ജേക്കപ്പച്ച കപ്പൽ കയറി മലനാട് നോക്കി പുറപ്പെട്ടാറ്, കൊടുങ്ങല്ലൂരങ്ങീത് വന്നിറങ്ങി 7-4 അപ്പൊ അവര് പറഞ്ഞ ആ തോമായാന്ന. അത് 345 ഏന്റെ പറ. വെറുതെ തർക്കമാ. ഇവിടുത്തെ ഓരോ വംശാവലികൾ പറയുമ്പോഴും തർക്കമാ. ഇപ്പൊ മൊത്തം തർക്കമല്ലേ. ഇപ്പൊ ആണ്ട് പുതിയ തർക്കം, ഉണ്ണുണ്ട് സാർ അല്ല സ്ഥാപകൻ. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഫൗണ്ടർ. സാറാ തെറ്റിയോ? സാറപ്പച്ചനല്ല, ഗൈ അബ്രഹാം അവർകളല്ല, കൊടുന്തര ഉമ്മച്ചാനായി തർക്കമാ. ഇപ്പൊ നിങ്ങൾ ചോദിക്കാം പിന്നെ ആരാണ്? എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. ആരാ കേസ് നോക്ക്. പറയാനറിയാം, അത് അവിടെ നിൽക്കട്ടെ. തർക്കമല്ലേ? നമ്മൾ ഈ പാരമ്പര്യത്തിനെതിരെ പറഞ്ഞാലും കൂടുതൽ പാരമ്പര്യവാദികൾ നമ്മളാ. നമ്മൾ ഘോരം പ്രശ്നം ഊപ്പർത്തും പിതൃപാരം. മിണ്ടരുത്, നീ ഇനി മിണ്ടിപ്പോരുത്. എന്റെ പ്രിയരെ, വല്ലോം പുകിടാനുണ്ട്, കാൽവറി ക്രൂശില. എനിക്ക് നിനക്കും വല്ലോം 2 കാര്യം പറയാനുണ്ട്, കാൽവറി ക്രൂശില.
ഞാൻ തന്നെ ജ്ഞാനത്തിലും ബലവാൻ തന്നെ ബലത്തിലും ധനവാൻ തന്നെ ധനത്തിലും പ്രശംസിക്കരുത്. വല്ലതും പുകടാനും പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് കാൽവരി ക്രൂശില നിനക്ക് വേണ്ടി ജീവനെ തന്നവൻ, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നിന്റെ പാപത്തെ മോചിക്കുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിനക്ക് സമാധാനം നൽകുവാൻ, നിന്നെ രക്ഷിക്കുവാൻ ഒരുവൻ നിനക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ കർത്താവിന്റെ ക്രൂശിൽ അല്ല അവിടത്തിൽ മാത്രമാ പ്രശംസിക്കണ്ടേ. ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ സൗഖ്യമായി, വിപത്തുകളിൽ ശാശ്വത ഭുജങ്ങളാൽ മറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ആ കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവം എന്നെ ദൈവമിത്രമാക്കിയേ. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവ എന്നെ ദൈവമിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ എന്റെ ശ്രോതാക്കളോട് പറയട്ടെ, വിശേഷിച്ച് കർത്തൃദാസന്മാരോടും ദൈവമക്കളോടും പറയാ, വല്ലതും പുകിടാനുണ്ട് കാൽവരി ക്രൂശില്ല. അപ്പൊ ഇവിടുത്തെ പാരമ്പര്യവും കുടുംബ മഹിമയും ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞാൽ മുഴുവൻ തർക്കമാണ്. അതാ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥ, മൊത്തം കെട്ടുകഥയല്ലേ, കെട്ടുകഥയാ. ചാണ്ടിച്ചായൻ വെപ്രാളത്തോടിരിക്കുക, ഇയാൾ ഇനി എന്നാ പറഞ്ഞു ഒപ്പിക്കാൻ പോകുന്നെന്നുള്ള വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. ഞാൻ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യാം, പേടിക്കൊന്നും വേണ്ട. പുള്ളിയോട് ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത് കാണും പലരും, സൂക്ഷിച്ച് വേണം വിളിക്കാൻ, അയാൾക്ക് വിവരവും ബോധമൊന്നുമോ ഉള്ളവനല്ല. പറഞ്ഞു കാണും സത്യം പറയണേ എന്നൊക്കെ എനിക്കറിയാൻ പറയുമെന്ന്. പിന്നെ ദൈവത്തിൻ്റെ മഹത്വം. എനിക്ക് ഞാൻ വാക്യം പറയുമ്പോൾ വായിച്ചു തരാത്തതിൻ്റെയും കാര്യം വന്നില്ല. അയാൾക്ക് വായിച്ചു കൊടുക്കരുത്, അയാൾ നാണം കെടുത്തും. അല്ല, ഈ ഇരിക്കുന്നവർക്ക് ആർക്കും വായിക്കാൻ അറിയാൻ മേലായിട്ടാണോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഭാര്യയും ഭർത്താൻ പറഞ്ഞ അച്ഛാ വായിച്ചു കൊടുക്കരുത്. പുള്ളിക്കാരൻ പറഞ്ഞിടി മിണ്ടി പോകരുത്, യാതൊരു വെളിവുള്ളവനല്ല വരുന്നത്, മനുഷ്യനെ നാണം കെടുത്ത്. അതാ നിങ്ങൾ വായിക്കാത്ത അതാന്ന് എനിക്ക്. എന്നാലും സഹോദരി ധൈര്യത്തോടെ വായിച്ചല്ലോ. ദൈവം പേരെന്നാ? ജെസി. രക്ഷിക്കപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാണോ? അഭിഷേകം പ്രാപിച്ചതാണോ? നിത്യത കാണണം. ഇതെല്ലാം ഊരി കളയിനി. ഇനി യോഗം കഴിഞ്ഞേച്ച് എന്ന് വായിച്ചു തരണേ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ മകൻ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥ. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥക്കല്ല. ഇത് വിശ്വാസത്തിന് ഗുണമൊന്നും വരുത്തുന്നതല്ല, പ്രത്യാശയ്ക്ക് ഗുണം വരുത്തുന്നതല്ല, ആത്മീക വർധനയ്ക്ക് ഗുണം വരുത്തുന്നതുമല്ല. വെറുതെ തർക്കിക്കാൻ. അപ്പൊ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളും. അടുത്തത് അന്തമില്ലാത്ത വംശാവലി. ഇവിടുത്തെ മുഴുവൻ വംശാവലി അന്തമില്ലാത്തത്. എന്നാൽ അന്തമുള്ള ആദിയുള്ള ഒറ്റ വംശം, അത് യേശുക്രിസ്തുവിന്റെ വംശാവലി. മത്തായി സുവിശേഷം തുടങ്ങുന്ന അങ്ങനല്ലേ? അബ്രഹാമിന്റെ മകനായി, ഇസഹാക്കിന്റെ മകനായി, യാക്കോബിന്റെ മകനായ, അങ്ങനല്ലേ തുടങ്ങിയേക്കുന്നത്? വായിച്ചേ മത്തായി 1:1. ജെസി ആന്റി വായിരേ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദായെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാരിൽ പേരസിനെയും സേരകിനെയും ജനിപ്പിച്ചു. പിന്നെ പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ അരാമിനെ ജനിപ്പിച്ചു, അരാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു, അമ്മീനാം നഗശോനെ ജനിപ്പിച്ചു, നഗശോൻ സൽമോനെ ജനിപ്പിച്ചു, സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇച്ചായിയെ ജനിപ്പിച്ചു, ഇച്ചായി. അങ്ങനെ കണ്ടോ, അത് ഓർഡറാ.
അപ്പൊ മത്തായി അബ്രഹാം മുതൽ അങ്ങോട്ട് തുടങ്ങി പാരമ്പര്യം, അന്തമുള്ള വംശാവലിയ. അബ്രഹാം, ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. ആദ്യത്തെ 20 ഇപ്പോഴത്തെ 42. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 10 10 20. ആദാം മുതൽ നോഹ 10, നോഹ മുതൽ അബ്രഹാം 10, 10 10 20. പിന്നെ 3 14, 3 14 42, 20 62. എണ്ണപ്പെട്ട തലമുറയോ. സൂക്ഷ്മമായി പഠിച്ചാൽ വേറെ കൊണ്ട് ചിലതിനെ എണ്ണാനൊന്നും കൊള്ളുകയില്ല. എണ്ണീട്ടും വലിയ സ്തോത്രം അല്ല. നമ്മൾ എണ്ണുന്നവരെ ദൈവം എണ്ണത്തില്ല, നമ്മൾ എണ്ണാത്തവരെ ദൈവം എണ്ണും. നമ്മൾ ചിലർക്ക് വലിയ പരിവേഷം കൊടുത്തിരിക്കുക, ദൈവത്തിന് അത് വിഷയമല്ല. നമ്മൾ ഗവനിക്കാത്ത, നമ്മൾ എണ്ണാത്ത, നമ്മൾ ആദരിക്കാത്തവരൊക്കെ അവിടെ ആദരിക്കപ്പെടും. സ്തോത്രം. അതുകൊണ്ടാണല്ലോ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ആ പാരമ്പര്യത്തിൽ, ചരിത്രത്തിൽ ദൈവത്തിന് സ്തോത്രം 2-3 സഹോദരിമാര് കയറി വന്നേ. മൊത്തത്തിൽ 5 സഹോദരിമാരുടെ പേരുണ്ടെങ്കിലും വംശപാരമ്പര്യത്തിൽ 4 പേരാ. ആരൊക്കെയാ? സഹോദരിമാര് പറ, സഹോദരിമാര് പറ. ഓ, പെണ്ണുങ്ങളുടെ പേരിലായിരുന്നു പറയാതെ ഈ വംശപാരമ്പര്യത്തിലുള്ളതിന്റെ പേര് പറ. 1-5 ആയിരേ. നഗശോൻ സൽമോനെ ജനിപ്പിച്ചു. ശലോമോന്റെ ചരിത്രം ഒന്നും ഇപ്പൊ പൊതുവെ പറയാൻ കൊള്ളുക, അല്ല, അത് വേറെ കേസാ. ഇത് വായിര്. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ശൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. അപ്പം രാഗാബ്, പിന്നെ ബോവസ് രൂത്തിൽ, ബോവസ് രൂത്തിൽ. അപ്പൊ ഇപ്പൊ എത്ര പേരായി? 2. ഇനി അതിന്റെ 3-ാം വാക്യം വായിച്ചേ. യഹൂദ താമാരിൽ കുഴപ്പമില്ല, വായിക്കുക. സരോഹിനെയും ജനിപ്പിച്ചു. ശലോമിയോ? സരോഹ. ഇനി അധികം ജനിപ്പിക്കണ്ട, മതി, വേറെ വിഷയമാകും. അപ്പൊ ഇവിടെ നമ്മൾ ആ തിരുവചനം പഠിച്ചു വരുമ്പോൾ താമാർ, രാഗാബ്, രൂത്ത്, പിന്നെ വേറൊരു സഹോദരിയുടെ പേര് പറഞ്ഞിട്ടില്ല. 8-ാം വാക്യത്തിൽ യോശുവ പാസ്റ്റേ, അല്ലല്ല, അതിന്റെ താഴെ ഊരിയാവിന്റെ ഭാര്യയായവളിൽ, അങ്ങനെ എഴുതിയേക്കുന്നേ. 6-ാം വാക്യമല്ലേ, വായിച്ചേ. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ പേര് കൊടുത്തിട്ടില്ല. നമുക്കറിയാം ആരാ? ആട്ടെ, ഏതായാലും ഇന്ന് വന്നുകൊണ്ട് കുറെ പെണ്ണുങ്ങളുടെ പേരെല്ലാം പറയുന്നുണ്ട്, വലിയ കാര്യം. ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ബത്ശേബ. അതിനായി ബത്ശേബയുടെ പേര് കൊടുക്കാഞ്ഞേ? ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞാൽ ഈ കൃത്യത്തിൽ 2 പേരും ഭാഗവക്ക, ഒരാള് തന്നല്ല. അതുകൊണ്ടാ പേര് കൊടുക്കാഞ്ഞേ. അത് വേറൊരു വിഷയം നിൽക്കട്ടെ. അപ്പോൾ ബത്ശേബ, രാഗാബ്, റൂത്ത്, താമാർ, പിന്നെ ക്രിസ്തുവേശുവിന്റെ തിരുപ്പറവിയോട് ബന്ധപ്പെട്ട് മറിയത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വംശപാരമ്പര്യത്തിൽ ഇവരുടെ പേരാ. ഞാൻ പറഞ്ഞത്, നമ്മൾ പേര് പറയാത്ത പലരെയും ദൈവം പേര് ചൊല്ലി വിളിക്കും. നമ്മൾ കത്തിക്കാത്ത പലരെയും ദൈവം ഗവനിക്കും. നമ്മൾ ആദരിക്കാത്ത പലരെയും ദൈവം ആദരിക്കും. നമ്മൾ തരം നോക്കി, പണം നോക്കി, കുടുംബമഹിമ നോക്കി, ശ്രേഷ്ഠത നോക്കി, സഭ നോക്കി ആദരിക്കുന്നേ. അതെ, ഇല്ലെന്നൊന്നും എന്നോട് പറഞ്ഞു വരരുത്. മോനെ, കോൺലെസ് മൈക്ക് ഉണ്ടോ? വേണ്ട,
അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ ആദരിക്കാത്തവരെ പലരും ദൈവം ആദരിക്കും. നിങ്ങൾ പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. നമ്മൾ പണം നോക്കിയും കളർ നോക്കിയും നിറം നോക്കിയും കുലമഹിമ നോക്കി കുടുംബസേട്ട് നോക്കി സഭയുടെ ബോർഡൊക്കെ നോക്കി ആദരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം, ചില യോഗത്തിനൊക്കെ ചെന്ന് അച്ചാനെവിടാ IPC നടുക്കോട്ടിരുന്നാട്ടെ, അച്ചാനെവിടാ ചർച്ചക്കോട് തൊട്ടപ്പുറ ഇരിക്കും, അച്ചാനെവിടാ ഞാൻ അസംബ്ലീസ് ബോർഡ് ഇപ്പുറ ഇരുന്നാട്ടെ, ബ്രദർ എവിടാ ഷാരോൻ അങ്ങേ കസേര ഇരിക്കും, സഹോദരൻ എവിടാ സ്വതന്ത്ര പെന്തിക്കോസ് താഴെ ഇരുന്നാ മതി. എല്ലാരും അല്ലെങ്കിലും പിന്നെ ആണെന്ന് സ്തോത്രം. നമ്മള് പണം നോക്കി പ്രതാപം നോക്കി രീതിയൊക്കെ നോക്കിയ, പക്ഷേ ദൈവം അങ്ങനല്ല. നമ്മൾ ആദരിക്കാത്തവരെല്ലാം അവിടെ ആദരിക്കപ്പെടും. നമ്മൾ ബഹുമാനിക്കാത്ത പലരും തേജസ് പ്രാപിച്ച് അവിടെ സ്തോത്രം ശോഭിക്കുന്ന കാഴ്ച ഒരു ദിവസം കാണും. അതുകൊണ്ട് ഇവിടെ നിന്നെ ആരും ആദരിച്ചില്ലെന്നോർത്ത് ഗവനിച്ചില്ലെന്നോർത്ത് നിരാശപ്പെടുകയൊന്നും വേണ്ട. സമയം വരുമ്പോൾ നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പൊ ഇവിടുത്തെ വംശാവലി എല്ലാം തർക്കമാണ്. അപ്പൊ മത്തായി അബ്രഹാം മുതലുള്ള വംശാവലി തുടങ്ങി. പക്ഷെ ലൂക്കോസ് ചരിത്രം നന്നായി പഠിച്ചയാളാ. ലൂക്കോസ് എന്തെടുത്ത് പുറകോട്ടൊരു പിടുത്തം പിടിച്ചു. യേശുവിന്റെ ചരിത്രം മുതൽ പുറകോട്ട് പോയി. യേശുവിന്റെ അപ്പനാകുന്ന യോസേപ്പിന്റെ അപ്പനാകുന്ന മത്താന്റെ അപ്പനാകുന്ന മത്തത്തിയാന്റെ അപ്പനാകുന്ന ഏലിയുടെ അപ്പനാകുന്ന അങ്ങനെ പുറകോട്ട് വന്നേച്ച് പറയുക. ഇശായിയുടെ അപ്പനാകുന്ന ദാവീദിന്റെ അപ്പനാകുന്ന ഇശായിയുടെ അപ്പനാകുന്ന ഓബേദിന്റെ അപ്പനാകുന്ന ബോവസിന്റെ അപ്പനാകുന്ന അങ്ങനെ വന്ന് പേരസിന്റെ അപ്പനാകുന്ന യഹൂദയുടെ അപ്പനാകുന്ന യാക്കോബിന്റെ അപ്പനാകുന്ന ഇസഹാക്കിന്റെ അപ്പനാകുന്ന അബ്രഹാമിന്റെ അപ്പനാകുന്ന തേരകിന്റെ അപ്പനാകുന്ന അങ്ങനെ പുറകോട്ട് വന്ന് ഒടുവിൽ പറയുക ആദാം. എന്നിട്ട് പറയാ ആദാം ദൈവത്തിന്റെ മകൻ. ഇത് അന്തമുള്ള വംശാവലി, ഇത് അന്തമുള്ളതാ. ദൈവത്തിൽ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എങ്ങനെ എഴുതി വച്ചേക്കുന്നത്? കുറവലങ്ങാട്ടിന്ന്. നീ മിണ്ടി പോകരുത്. കുറവലങ്ങാട് സ്തോത്രം. അന്തമുള്ള ഒറ്റ വംശാവലിയേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ വംശാവലി. പറയാൻ കൊള്ളാവുന്ന വംശാവലി യേശുവിന്റെ വംശാവലി. കേട്ടിരിക്കാൻ പറ്റുന്ന വംശാവലി അതൊക്കെ തന്നെയാ. നമ്മുടെ വംശാവലി ഒരു 4-5 തലമുറയൊക്കെ പലരും പുറകോട്ടിറങ്ങിയാൽ പലതും പരിവക്കേടാ. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അത് പറയാനല്ലല്ലോ ഞാനിവിടെ വന്നത്. വല്ലോം പറയാനുണ്ടെങ്കിൽ നമ്മുടെ കർത്താവാകുന്ന യേശുവിനെ പറ്റിയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ പറ്റി മാത്രമാ ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാ. അവിടുത്തെ തിരുപ്പിറവി, അവിടുത്തെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ആട്ടടയന്മാര് വന്നത്, വിദ്വാൻമാര് വന്നത്, വീണ് വണങ്ങി അവിടുത്തെ നമസ്കരിച്ച് ആരാധിച്ചത്, അവിടുത്തെ ജീവിതം, വളർച്ച, ശുശ്രൂഷ, പള്ളി 12ാമത്തെ വയസ്സിൽ വലിയ പള്ളിയിൽ പോയത്, തിരിച്ച് വീട്ടിൽ വന്ന് അടങ്ങി മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടത്, 30ാം വയസ്സ് സ്നാനമേറ്റത്, സ്നാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തിയത്, അത് കഴിഞ്ഞ് ഉപവസിച്ചത്, പിന്നെ ശുശ്രൂഷ, കവർണ്ണവും ഗലീല ആദിയായ ഇരുട്ടിലിരുന്ന ജനത്തിനിടയിൽ വന്ന് ശുശ്രൂഷിച്ചത്, മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ നടത്തി, ചെകിടർക്ക് കേൾവി കൊടുത്തു, ഊമരെ സംസാരിപ്പിച്ചു, മരിച്ചവന്റെ മഞ്ചത്ത് തൊട്ടപ്പോ ചേടി എഴുന്നേറ്റു. യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ, പീഡകൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ കൊണ്ട് അടക്കിയത്, 3ാം ദിവസം തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്ത തന്നെ അടിമശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം ഗേബാവിന്, മറിയയ്ക്ക്, 11 എമ്മവസി പോയവർക്ക് കടൽക്കരയെ വെച്ച്, ബെഥാനിയെ വെച്ച് മുറിയടച്ചിട്ടപ്പോ തോമാസ് ഉള്ളപ്പോൾ 500-ലധികം പേർക്ക് പൗലോസ് പറയാ, ഒടുവിൽ അകാലപ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷപ്പെട്ടു. അടിമശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു ക്രിസ്തു. മധ്യത്തിലെ ശുഭം നാജ്ഞ നൽകി, വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ശുഭം ആജ്ഞ നൽകി. അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ, 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 സ്വർലോകരാജൻ,
സ്വർലോകരാജൻ അതിശയമേ മേരിയിൽ ഉരുവായി മഹിമയെ വീണ്ടവനെ. അതിശയമേ മേരിയിൽ ഉരുവായി മഹിമയെ വീണ്ടവനെ. സ്വർലോകരാജൻ 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 കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. 5-ാമത്തെ പുസ്തകമാണ് നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി. അത് ഒറ്റ വാക്കി പറഞ്ഞാൽ ആദിമ സഭയുടെ ചരിത്രമാണ്. സഭ ആരംഭിച്ചതും സഭയിൽ ആദ്യം എങ്ങനായിരുന്നെന്നും ആദ്യത്തെ കൂട്ടായ്മ, ആരാധന, ശുശ്രൂഷ, ജീവിതം, ശുശ്രൂഷകർ, ഇതെല്ലാം എങ്ങനായിരുന്നെന്ന അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം ഉള്ളൂ. 28 ഉള്ള അതവിടെ നിൽക്കട്ടെ. ഏതാണ്ട് പറഞ്ഞു കൊടുത്തു, ഞാൻ കണ്ടു പറയാം. തുടർന്ന് ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ആ 21 ലേഖനത്തിൽ സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ടു. ഇത് അഭിഷിക്തന്മാർക്കെല്ലാം മനപ്പാടമാ, ദൈവമക്കൾക്കും മനപ്പാടമാ. അറിയാത്ത ആരേലും ഉണ്ട് അവർക്ക്, അവരാണല്ലോ നമ്മുടെ ഉന്നോ. ഇതുങ്ങളെല്ലാം തുള്ളിച്ചിട്ട് എന്നെ എടുക്കാൻ അവസാനം ഇണക്ക് തെറ്റിപ്പോകാന്നല്ലാതെ. 21 ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ആ 21 ലേഖനങ്ങളിൽ നമുക്കറിയാം സിംഹഭാഗ ലേഖനങ്ങളും പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഏതാണ്ട് 14 ലേഖനം പൗലോസ്, 13 ഉറപ്പിക്കാം. ഒന്നൊരു ചെറിയ തർക്കിക്കേണ്ട, പൗലോസ് തന്നെ എഴുതിയതാ. അങ്ങനെ 14 ലേഖനം പൗലോസ്. ഈ ലേഖനങ്ങളെല്ലാം എന്തിനാന്ന് ചോദിച്ചാൽ ഇതിലെ പ്രധാന വിഷയം ഉപദേശങ്ങളാണ്. ലേഖനങ്ങൾ മുഴുവൻ ഉപദേശമാണ്. വെളിയിൽ സുവിശേഷമാണ്, അകത്ത് വന്നു കഴിയുമ്പോൾ ഉപദേശമാണ് പറയേണ്ടത്. ഇത് സഭായുഗത്തിനും അങ്ങ് സുവിശേഷമാണ്. യേശു നിന്നെ രക്ഷിക്കും. യേശു അത് അറിഞ്ഞോണ്ടല്ലേ ഇതിനകത്ത് വന്നേ. യേശു യേശു എടാ, ഇത് അറിഞ്ഞോണ്ടല്ലേ ഇതിനകത്ത് വന്നേ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട ഉപദേശമാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, സമൂഹത്തോട്, കുടുംബത്തോട്, സഭയോട്, ഭർത്താവ്, ഭാര്യ, മക്കള്, ഇതെല്ലാം എങ്ങനെ ജീവിക്കണം. വിശേഷിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. ലോകത്തിന്റെ മാലിന്യമൊന്നും നിന്നെ പിടികൂടരുത്. ലോക ഇമ്പങ്ങൾ നീ കുടുങ്ങിപ്പോകരുത്. യേശു വീണ്ടും വരും, നീ കൈവിടപ്പെട്ടു പോകരുത്. അതിന് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കാൻ ഉതകത്തക്ക വിധത്തിലുള്ള ഉപദേശ സത്യങ്ങളാണ് ലേഖനം മുഴുവൻ. അത് കർക്കശമായി പറയണം. ഇപ്പം ഉപദേശമൊന്നും പറയാൻ അറിയാമെന്നായിട്ടല്ല പലരും പറയുന്നില്ല, പേടിച്ച. കാരണം ഒരു സഭ തന്നെ കിട്ടിയത് ഓവർസിയർക്ക് കൈമടക്ക് കൊടുത്തല്ലേ, സൂപ്രണ്ടിന് കൈമടക്ക് കൊടുത്ത്, അല്ലെ കുമ്പനാട്ടി എന്ന് കാണേണ്ടവരെ 3 പറയുമ്പോൾ പിന്നെ പ്രശ്നമില്ല. 1 പറയുമ്പോഴാ പ്രശ്നം. അല്ലെ തിരുവല്ലായി പോയി പിന്നെ പറ്റി നിന്നാൽ നല്ല സഭയൊക്കെ കിട്ടും. പറ്റി നിൽക്കണം. ഓ ചാവോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ എന്തിനാ ഇതെല്ലാം ഇവിടെ ഇപ്പം വിളിച്ചു പോകുന്നെന്ന്. അയ്യോ, നമ്മളെക്കാൾ നന്നായിട്ട് നാട്ടുകാർക്കറിയാം മുഴുവൻ ചരിത്രം. അതും ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. അല്ല, ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞേച്ച് വരുന്നതാ കുറച്ചുകൂടെ നല്ലതെന്നാ.
വന്നു കഴിഞ്ഞ വെച്ചതെല്ലാം കൊണ്ട് ഞാൻ അന്തം വിടുന്നതിന് മുമ്പ് കടലും കരയും കടന്ന് എല്ലാവരെയും നേടുന്നിട്ട് നമ്മളെക്കാൾ ഇരട്ടി നരകത്തിന് എന്തിനാ യോഗ്യരാക്കുന്നേ? സ്തോത്രം. എന്തായാലും കൊള്ളാൻ തനിക്ക് ആവശ്യമുള്ളവരെ ദൈവം പുറത്തു കൊണ്ടുവരും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നാലും സമയമാകുമ്പം ദൈവം നിന്നെ രംഗത്ത് കൊണ്ടുവരും എന്നുള്ളത് ആ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം. അതിനാരും ഭാരപ്പെടുകയൊന്നും വേണ്ട. എന്തായാലും ലേഖനങ്ങൾ ഉപദേശങ്ങളാണ്. ഒടുവിൽ ഭാവികാല വിഷയമാ വെളിപ്പാട് പുസ്തകം. നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ആദ്യത്തെ പുസ്തകം ചരിത്ര പുസ്തകം, യേശു ക്രിസ്തുവിന്റെ ചരിത്രം. 4 പുസ്തകമാണ്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. നിങ്ങൾക്കറിയാം, നമുക്കറിയാം. അപ്പൊ 4 സുവിശേഷം. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ നെറ്റിയിലും ശരീരത്തിലൊക്കെ കളഭക്കുറിയുണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്, ഇതുപോലെ ഒരു ഉത്തരീയ ഉണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടുകയില്ല. അപ്പം ദീപാരാധനയും ശരണം വിളിയൊക്കെ കഴിഞ്ഞ് നാമജപവും കഴിഞ്ഞ് ഒരു വൃശ്ചിക മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഇതുപോലെ ഈ ശബരിമല സീസണാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞു, ചിലർ കെട്ടുമുറുക്കി പോയി നാമം ജപിക്കാനുമുണ്ട്, ശരണം വിളിക്കാനുമുണ്ട്. അത് കഴിഞ്ഞ് പ്രസാദം തന്ന് അതും വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തു. ബാക്കി പ്രസാദം കയ്യിലായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്തൊരു യോഗം വിസ്തരിക്കുന്നില്ല. അന്ന് രാത്രി ആമെ രക്ഷിക്കപ്പെടാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാ ഈ മാർഗത്ത് വന്നത്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന്റെ മകത്ത് യേശു രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തലിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറയനാകുന്ന യേശു ക്രിസ്തു മാത്രം. ആ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പൊ ഒന്നും അറിയത്തില്ല. ഇപ്പോഴും ഒന്നും അറിയത്തില്ല. അത് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഒന്നും അറിയത്തില്ല. പിന്നെ അറിയാവുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അയ്യോ, നമുക്കറിയാൻ മേലാത്ത ഒത്തിരി കാര്യമുണ്ട്. ഈ പുസ്തകത്തിൽ കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. നാളൊരുത്തൻ പറഞ്ഞു ലോത്തിന്റെ ഭാര്യയുടെ പേര്, അവനവന്റെ ഭാര്യയുടെ പേര് ഓർത്തിരിക്കുന്നതല്ലേ കുറച്ചുകൂടെ. എന്തൊരു വ്യഗ്രതയാ. ആട്ടെ, ഒരു കാര്യം പറയാം, നമുക്കറിയാത്ത ഒത്തിരി കാര്യമുണ്ട്. അത് മറച്ചു വെക്കുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. എല്ലാം ഒന്നും ഇപ്പം മനസ്സിലാകുകയല്ല. അവിടെ ചെല്ലുമ്പം ആദ്യം അവിടെ ചെല്ലാനുള്ള കാര്യം നോക്ക്. അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് സമയത്തിന് മുന്നേ കയറി വിധിക്കൊന്നും വേണ്ട. അങ്ങനെ വിധിച്ച ആൾക്കാരും ഉണ്ടായിരുന്നു. കൺവെൻഷന് പ്രസംഗിച്ചവർ പണ്ട് പറഞ്ഞതാ, സദ്ദാം ഹുസൈൻ ആരാ? എതിർ ക്രിസ്തുവാന്ന്. അയാൾ പോയി പറഞ്ഞ പുള്ളി ഇപ്പം മിണ്ടുന്നുമില്ല. എന്തോ അറിയാൻ മേലാത്ത കാര്യം കയറി എന്തിനാ ഈ പറയുന്നത്? അറിയാവുന്ന അങ്ങ് പറ. അപ്പൊ എനിക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ മാർഗത്തിൽ വന്നപ്പോൾ ഒരു ബൈബിള് തന്നു, വായിച്ചു. എന്നോട് പറഞ്ഞു വായിക്കാം. വായിച്ചപ്പം ഞാൻ നോക്കിയപ്പോൾ 4 സുവിശേഷം: മത്തായി, മർക്കോസ്, ലൂക്കോസ്. 4 സുവിശേഷം. പിന്നീട് ദൈവദാസന്മാര് ദൈവവചനം പഠിപ്പിച്ചു, അത് കേട്ടു, മനസ്സിലാക്കി. അപ്പം മനസ്സിലായി സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് മറ്റാരുമല്ല, സുവിശേഷം ഒരു വ്യക്തിയാ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. നമുക്കെല്ലാം മനപാഠമായ വാക്യം പൗലോസ് പറഞ്ഞത് അറിയാമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം മതം മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, സഭ മാറ്റുകല്ല, ആളെ കൂട്ടുകല്ല, ബഹളവും വെപ്രാളോ ഒച്ചപ്പാടും നാട്ടുകാരുടെ സ്വത്തത കെടുത്തുകല്ല. സുവിശേഷം ഒരു വ്യക്തിയുടെ കുടുംബ സ്വത്തല്ല. സുവിശേഷം ഒരു സംഘടനയുടെ സഭയുടേതല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തിന്റെ ആ സുവിശേഷം നസറയനാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം, സ്തോത്രം. ഉടുവീൻ സഭകളെ വന്ന് പാടുവീൻ, യേശുവിൻ കീർത്തി കൊണ്ടാടുവീൻ, സുവിശേഷം ചൊല്ലാനോടുവീൻ, നിദ്ര വിട്ടുണർന്നിടുവീൻ, മനം ഒത്തല്ലാരും നേടുവീൻ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല കുനിക്കും, അത് പെരു സന്തോഷമേ.
തോട്ടുയർത്തി എണ്ണം വേഗം ജയിക്കുമേ. സുവിശേഷം ലോകം ജയിക്കുമേ. പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ. തല കുനിക്കും, അത് ബഹു സന്തോഷമേ. ചുടാജന്റെ രക്ഷയിൽ ധ്വനി ഘോഷത്തോടുയർത്തിയിടൻ വേഗം ജയിക്കുമേ. സുവിശേഷം ലോകം ജയിക്കുമേ. പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകം യേശുവിൻ നാമത്തിൽ വണങ്ങുമേ. തല കുനിക്കും, അത് ബഹു സന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അത് യേശു ക്രിസ്തുവാ. ഇത് ആരുടെ കുടുംബ സ്വത്തല്ല. യേശുക്രിസ്തു ഒരു വ്യക്തിയുടേതല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ നിയമമാ. നീ ഏത് മനത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിനക്ക് യേശുവിനെ ആരാധിക്കാം, യേശുവിനെ ശമിക്കാം. ഏത് സമയത്തും വരാൻ യേശുവിനെടുക്കൽ. അല്ല, യേശു പറഞ്ഞിട്ടില്ല ഞാൻ ബുധനാഴ്ച മാത്രമേ മോഹം തരുവുള്ളൂ, ചൊവ്വാഴ്ച തങ്കമ്മ ഇങ്ങോട്ട് വന്നേക്കരുത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന മാസം മാത്രമല്ല ഞാൻ ദർശനം തരുന്നത്, എല്ലാ മാസവും. ചിങ്ങമാസവും എല്ലാം കന്നി, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഏടവം, വിതനം, കർക്കടകത്തിലും കർത്താവിൻ്റെ അടുക്ക വരാം. കർക്കടകത്തിൽ നീ വരിക കർത്താവിനെ കാണാൻ. എന്നാൽ കർത്താവ് പറയാ, മേരിക്കുട്ടി ഞാൻ ഇച്ചിരി പരുവക്കേടി ഇരിക്കുക, കർക്കടകമല്ലേ. സ്തോത്രം. കർക്കടകത്തിലും വരാം. അവിടുത്തെ പക്കൽ ധനവും ജ്ഞാനവും പുരാതന സമ്പത്തും എല്ലാം ഇരിക്കുക. ഏത് ആർക്കും വരാം. ഈ കൊച്ചുങ്ങൾക്ക് യേശുവിനോടൊക്കെ വരാം. കർത്താവ് പറഞ്ഞല്ലോ ശിശുക്കളെ തടയരുതിഞ്ഞോട്ട് വിടും. ഒരിക്കലൊരു സ്ത്രീ പുറകെ വന്നു. യോ അവളെ അങ്ങ് ഓടിച്ചു വിടുക, എനിക്ക് ഞാൻ കുഴയുമെന്നാന്നോ പറഞ്ഞേ. സ്തോത്രം. പിട്ടേ അവള് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേലി കെട്ടി വെച്ചേക്കണം, അങ്ങനാന്നോ? അല്ലല്ല. ഒരു സ്ത്രീ വന്ന് യേശുവിനെ തൊട്ടു. യേശു അശുദ്ധനായില്ല, അവള് ശുദ്ധയായി. അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നാ. അശുദ്ധൻ വന്ന് തൊട്ടാൽ അവൻ സ്തോത്രം അശുദ്ധനാകുന്നവനല്ല ദൈവം. അശുദ്ധൻ വന്ന് തൊട്ടാൽ വിശുദ്ധനാകുമെന്നത് ശക്തി പുറപ്പെട്ടാൽ നിന്റെ സകല അശുദ്ധി മാറും. അതാ യേശു ക്രിസ്തു. ആർക്കും വരാ, ഏത് സമയത്തും വരാ, ഏത് നേരത്തും വരാ. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് നിമിത്തം എല്ലാം യേശുവിനോട് വന്ന് പറയണം. അനിലടൂരിക്കുന്നതുകൊണ്ട് പേടിച്ച് ആ പാട്ട് പാടുന്നത് ക്ഷമിക്കണേ. സ്തോത്രം. നമ്മുടെ പാട്ട് വേറെ രീതി ആയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും വരാം, ആർക്കും വരാം. കറുത്തവനും വരാം, വെളുത്തവനും വരാം, കാശുള്ളവനും വരാം, കാശില്ലാത്തവനും വരാം. ആ ഭാഷയൊക്കെ പറയുന്നത് ക്ഷമിക്കണം, മനസ്സിലാകാൻ വേണ്ടി പറയാം. അങ്ങനാണല്ലോ ഒപ്പിച്ചു വച്ചേക്കുന്നത്. താഴേക്കിടയിൽപ്പെട്ടവനും വരാം, മേലേക്കിടയിൽപ്പെട്ടവനും വരാം. പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും ആമൻ സ്തോത്രം 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 സ്തോത്രം. നിറവുള്ളവനും നിറം കുറഞ്ഞവനുമല്ല യേശുവിന്റെ അടുക്ക വരാ. ആർക്കും വരാവുന്ന, ആർക്കും എത്താവുന്ന ഒരേ ഇടമുള്ളത് നസറേയനാകുന്ന യേശു. അതാണ് സുവിശേഷം.
എല്ലായിടത്തും വന്നും എല്ലാവരെയും ഒന്നും കയറ്റുകയല്ലോ. ഇല്ല, കയറുമെന്നൊക്കെ പറഞ്ഞ് പാടി നടക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ പിന്നെ കയറും, അവർ കയറ്റിയത് വാ. നിങ്ങൾ എന്തൊക്കെയാ എന്നാ പറഞ്ഞു ഒക്കെ അവർ സഭയിൽ വരുമ്പോൾ ഞായറാഴ്ച പറഞ്ഞു തരും. അല്ല, അതാ ഇടപാട്. ദൈവത്തിന് മഹത്വം. യേശു അങ്ങനല്ല, ആർക്കും ഏത് സമയത്തും വരാം. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന്, കുഷ്ഠരോഗി ആരും അടുപ്പിക്കത്തില്ലല്ലോ, വന്ന് നിൽക്കുക. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ, ഗുരു നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കാൻ? എന്നോട് ആർക്കും മനസ്സില്ലെന്ന്. കർത്താവിനെ നോക്കി ഹൃദയം അലിഞ്ഞ് അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ടെന്ന്. യേശുവിന് നിന്നോട് മനസ്സുണ്ട്. സ്തോത്രം. നിന്നെ യേശുവിന് ആവശ്യമാണ്. ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരുവനേ ഉള്ളൂ, യേശു, നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. ആ യേശു, അതാണ് സുവിശേഷം. അപ്പൊ പ്രാരംഭത്തിൽ 4 സുവിശേഷം. 4 സുവിശേഷമില്ല, സുവിശേഷത്തിന് 4 വശങ്ങളാ എന്ന് പറഞ്ഞാൽ സാധാരണ പഠിക്കുന്നവർക്കറിയാം 4 വിശേഷതകളാ. അപ്പൊ ചോദിക്കും 4 വിശേഷതയുള്ളൂ? അല്ല, 4, 400, 4000 ഒന്നും അല്ല. വിശേഷത ഉണ്ടെങ്കിൽ അവിടത്തേക്ക് മാത്രമാ വിശേഷത. അതല്ലേ സഹോദരിമാര് വന്ന് ചോദിച്ചു, നീ കുറെ നേരമായല്ലോ ഇങ്ങനെ പാടിയും പുലമ്പിയും തുള്ളിയും ചാടിയിരിക്കുന്നു, ആരെ പറ്റി ആടി ഈ പാടുന്നത്? അപ്പൊ ശൂന്യക്കാരി പറയോ, എന്നെ രക്ഷിച്ച ഇടയ ചെറുക്കനെ പറ്റിയാ ഞാൻ പാടുന്നത്. അവരിങ്ങനെ കുറെ നേരം വീക്ഷിച്ചപ്പോൾ ഇങ്ങനെ പാടി പറഞ്ഞ് പുലമ്പി തുള്ളി ചാടി ഇങ്ങനെ ഇരിക്കുക. ആരെ പറ്റി? അവള് പറഞ്ഞു, എന്നെ രക്ഷിച്ച എന്റെ പ്രാണനാഥൻ ഇടയ ചെറുക്കൻ. ആരാടി നിന്റെ ഇടയ ചെറുക്കൻ? ആരാ നിന്നെ രക്ഷിച്ചത്? ആരാ നിന്റെ പ്രാണനാഥൻ? അവള് പറഞ്ഞു, എന്നെ രക്ഷിച്ച ഒരുവൻ. അവർ ചോദിച്ചു, നിന്റെ പ്രിയനും മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലോ ഉണ്ടോ? കാരണം ഈ പെണ്ണുങ്ങളെല്ലാം ശലോമോന്റെ പ്രൗഢിയും പത്രാസും കണ്ട പെണ്ണുങ്ങളാ. ശലോമോനാണ് ഒരു എഴുന്നള്ളത്ത്. അങ്ങടിക്കുമ്പോൾ പുള്ളി ഒരു എഴുന്നള്ളത്തുണ്ട്. എന്തോ എഴുന്നള്ളത്താ, അങ്ങനല്ലേ എഴുതിയേക്കണേ? ശലോമോന്റെ എഴുന്നള്ളത്ത്. ആ വാക്യം 3:8 3:3 എൻ്റെ വിഷയമല്ലെങ്കിൽ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് ഒന്ന് പരാമർശിച്ചു പോയേക്കാം. നിങ്ങൾക്ക് എല്ലാം അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചോ. ശലോമോന്റെ എഴുന്നള്ളത്ത് അങ്ങനെ എഴുതിയേക്കുന്നേ. വായിര് എടുത്തവര് വായിക്ക. 3:7 വായിര്. ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. ഓടിച്ചു വായിച്ചോ. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയനിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്ക് ഒരു പല്ലക്കുണ്ടാക്കി. പല്ലക്കിന്റെ വിശേഷത, ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. പിന്നെ അതിന്റെ മെക്കുട്ടിന്മേൽ അവൻ അതിന്റെ മെക്കട്ടിക്കാൽ അങ്ങനെ വായത്. അവൻ തള്ളിക്കൊണ്ടു, അവൻ വെള്ളി കൊണ്ടും പുതിയ ലോകം ഇറങ്ങി വരുന്നു. എന്നാലും വായിച്ചല്ലേ, സിനിമ വായിച്ചു. അതിന്റെ മേക്കട്ടിക്കാലവൻ വെള്ളി കൊണ്ടും അതിന്റെ ചാര് പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും അതിന്റെ ചാര് ആ പല്ലക്ക് അതിന്റെ ഇരിപ്പിടം എല്ലാം ബഹുകേമം. ഈ പെണ്ണുങ്ങളെല്ലാം ഇത് കണ്ട് മയങ്ങി. ശലോമോന്റെ പല്ലക്ക് കണ്ട്, പല്ലക്ക് മാത്രമല്ല പല്ലും കണ്ട് മയങ്ങി. സ്വർണ്ണപ്പല്ലൊക്കെയാ, കാശിന്റെ അനുസരിച്ച് ആ വെള്ളിപ്പല്ലും. അതുകൊണ്ട് എപ്പോഴും അങ്ങ് ചിരിക്കുക. ശലോമോന്റെ പല്ലും പല്ലക്കും അതിന്റെ മേക്കട്ടിക്കാലും ചാരും ഭയങ്കര എഴുന്നള്ളത്താ. വാളെടുത്ത വീരന്മാർ അതിന്റെ ചുറ്റും. ഒരുമാതിരിപ്പെട്ടവരെല്ലാം ശലോമോന്റെ പല്ലക്കും പല്ലും എഴുന്നള്ളത്തും കണ്ട് വീഴും. പക്ഷെ ഇവള് വീണില്ല. ഇവളന്നാരോ ഏകയായിട്ട് മാറിയിരുന്ന് അവളെ രക്ഷിച്ച പ്രാണപ്രിയനെ പറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക. ഈ സ്ത്രീകളെല്ലാം ശലോമോന്റെ പല്ലക്കും എഴുന്നള്ളത്തും അവന്റെ ആ മേക്കട്ടിക്കാലും ചാരും ഒക്കെ കണ്ട് ഇളകിയപ്പം ഇവള് ദൈവത്തിന്റെ എഴുന്നള്ളത്ത് കണ്ട്.
ഇവളെ രക്ഷിച്ച പ്രാണപ്രിയന്റെ എഴുന്നള്ളത്ത്. ആ അമ്മാമ 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ച 7-ാം വാക്യം ഒന്നുകൂടെ ഒരു കാര്യം പറയാനാ, അത് പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയനിമിത്തം ഓരോരുത്തൻ അരയ്ക്ക്. ശലോമോൻ പല്ലക്കിലായി ഇങ്ങോട്ട് വരുന്നത്, അത് ദേവദാരു കൊണ്ട് പണിതതാ. അതിന്റെ മേക്കത്തിക്കാല് കേമം, ചാര് ബഹുകേമം. ഈ ശലോമോൻ പല്ലക്കൽ ഇങ്ങോട്ട് വന്നപ്പോൾ, എന്റെ ഭാഷയാ, അവിടെയുള്ള സകല സ്ത്രീകളും ഈ പല്ലക്കും പല്ലും ചാരും ഇരിപ്പും ആ പ്രൗഢിയൊക്കെ കണ്ട് മയങ്ങി. മേക്കട്ടി ഇങ്ങനെ പോകുമ്പോ കീക്കട്ടി ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? നിങ്ങളാരും ഒന്നും കണ്ടിട്ടില്ല. അവർക്ക് മനസ്സിലായി. അപ്പൊ ഈ പല്ലക്കും ഈ മേക്കട്ടിയും ചാരും ഇരിപ്പിടം ഒക്കെ കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം അതിന്റെ പുറകെ പോയപ്പോൾ ഈ പെൺകുട്ടി പോയില്ല. അവളെ രക്ഷിച്ച പ്രാണപ്രിയനെ പറ്റി ഇങ്ങനെ മഹത്വപ്പെടുത്തിയിരിക്കുക. അതിന്റെ കാരണം പറയാം. ഇവര് ശലോമോന്റെ പല്ലക്ക് കണ്ട്, ശലോമോൻ പല്ലക്ക് വരുന്ന കണ്ടപ്പോൾ ഇവളെ രക്ഷിച്ച പ്രാണപ്രിയൻ വരുന്നത് എങ്ങനെയാന്ന് കണ്ടു. ഒരു വാക്യം ഒന്ന് വായിച്ചേ. 104:4 സങ്കീർത്തനം. 104. എന്റെ വിഷയമല്ല, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. വേറൊരു വാക്യമുണ്ട്, കരൂപകളിന്മേലായി ഇങ്ങോട്ട് വരുന്നത്. ശലോമോൻ ദേവദാരു കൊണ്ട് പല്ലക്കുണ്ടാക്കി പല്ലക്കേലിരിക്കുമ്പോൾ ഇതാ ഇവിടെ ശലോമോനിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, മോശയിലും വലിയവൻ. ശലോമോൻ ലെബാനോനിലെ ദേവദാരു കൊണ്ട് പല്ലക്കുണ്ടാക്കി ആ പല്ലക്കിൽ ഇങ്ങനെ വരുമ്പോൾ ശലോമോനിലും വലിയവൻ വരുന്നത് കരൂപകളെ വാഹനമാക്കിയ. കെറുബുകൾ സറാബുകൾ ദൂതന്മാർ, കെറുബുകൾ സറാബുകൾ ദൂതന്മാർ, സ്വർണ്ണക്കാകളം കരത്തിലന്തിയ വിശുദ്ധ ഗീതകാർ, സ്വർണ്ണക്കാകളം കരത്തിലന്തിയ വാനിൽ വരുന്നു വാഴ്ത്തുവീർ, വരുന്നു വാഴ്ത്തുവീർ. ലക്ഷോപലക്ഷം ദൂതർ സേവിതരിതാ, ലക്ഷോപലക്ഷം ദൂതർ സേവിത. യോഗന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി, ഓ യോഗന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി, വാനിൽ വരുന്നു വാഴ്ത്തുവീർ, വാനിൽ വരുന്നു വാഴ്ത്തുവീർ. അതേ വിവരിക്കാൻ നേരമില്ലപ്പോൾ ശലോമോനിലും വലിയവനാകുന്ന നസറായൻ. ആ യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ് ആദ്യത്തെ 4 പുസ്തകം. ഓടിച്ചു പോകാം. 1, യേശുക്രിസ്തു രാജാതിരാജാവാ. 2, യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാ. 3, യേശുക്രിസ്തു ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാ. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ദൈവാദി ദൈവമാ. യേശുക്രിസ്തുവിന്റെ രാജത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, അതാണ് 4 പേരും തെളിയിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. മത്തായി സുവിശേഷം യേശു രാജാവാണെന്ന് തെളിയിക്കുമ്പോൾ ലൂക്കോസ് സമ്പൂർണ്ണ മനുഷ്യനായ, മഹിമയുള്ള മനുഷ്യനായ, യോഗ്യനായ മനുഷ്യൻ, നല്ല മനുഷ്യനാകുന്ന യേശുവിനെ വെളിപ്പെടുത്തുകയാ. മർക്കോസ് ദാസരൂപമെടുത്ത ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുമ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് യോഹന്നാന്റെ അടുത്ത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം, യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അത് യോഹന്നാൻ തീർത്ത് പറയുകയാ. ദൈവത്തിന് മഹത്വം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് നിത്യനായ ദൈവമാണ്. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഞാൻ മിക്കപ്പോഴും ചൊല്ലാറുണ്ട്. നിങ്ങൾ രണ്ടും വർത്താനം സമയം പോയോ? പൊക്കോ
പോണു. അതിലേ വഴിയുണ്ട്, അതിലേ പൊക്കൂ. ഇതിലേ പോകരുതെന്നേ ഉള്ളൂ. അത്യാവശ്യമുള്ളൊരു പൊക്കോണേ, ഞാനൊന്നും പറയത്തില്ല. ചെല്ല് പോകണമെങ്കിലും പോകാതിരിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ വിവരമൊന്നും ഉള്ളവനല്ല, വല്ലതും വിളിച്ച് പറഞ്ഞാൽ നാണക്കേടാ. അങ്ങനൊന്നും വേണ്ട. പൊക്കോ എല്ലാവരും പോ. കർത്താവും ചോദിച്ചല്ലോ നിങ്ങൾക്കും പോയിക്കൂടാ. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ദൈവത്വമാ തെളിയിക്കുന്നത്. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു, നിത്യനായ ദൈവമാ. 90-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വഴക്കത്തെ പറ്റി അവിടെ ഒരു പരാമർശമുണ്ട്. നമ്മളെല്ലാം മനപ്പാഠം പറഞ്ഞതാ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായിക്കഴിഞ്ഞുണ്ടായ ദൈവമല്ല. ഈ കാണുന്ന ചരൽക്കുന്ന് ഉണ്ടായിക്കഴിഞ്ഞ് ഉണ്ടായ ദൈവമല്ല. കുന്നും മലയും ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ദൈവമാണ്. കൊരട്ടിമല ഉണ്ടാകുന്നതിന് മുന്നുള്ള ദൈവമായ യേശു. പരുമലയ്ക്ക് മുമ്പുള്ളതാ യേശു. കിളിമലയ്ക്ക് മുമ്പുള്ളതാ യേശു. ദൈവത്തിന് മഹത്വം. ഇല്ല, വെള്ളിയാഴ്ച പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ, മലയാറ്റൂര്. മല ഉണ്ടാകുന്നതിന് മുമ്പുള്ളവനാ ദൈവം. ഈ കാണുന്ന പർവ്വതങ്ങളും കുന്നുകളും സകലതും ഉണ്ടാകുന്നതിന് മുമ്പ് സകല ലോകങ്ങൾക്കുമധികാരണമിവൻ. സകല ലോകങ്ങൾക്കുമധികാരണമിവൻ. സകല ഭൂതങ്ങൾക്കുമാകാരപ്രദനിവൻ. സകല ദേവവൃന്ദവാന്തിത പദാം പുജൻ. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ആറന്മുളന്ന് വന്നതാ സൈമൺ സാറ്. ആറന്മുള എന്ന് പറഞ്ഞ നിങ്ങളോട് സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദവാന്തിത പദാം പുജൻ. സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ആഗമാകാരന്മാരിലാതമൻ മോദതും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോര പ്രിയമാ. ഏൽ എബ്രായ പദമാ. ഏലെന്നോര പ്രിയമാ നാമം ഓതിയത് മൂലവസ്തുവാ നാഥൻ ഉപദേശിച്ചതല്ലോ. ഇനി തിയോളജിമാർക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇലോകി ശത്തായി യുയലോകി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നല്ല സാർ എന്നെ പഠിപ്പിച്ചതാ. നന്നായിട്ട് പഠിപ്പിച്ചതാ. സ്തോത്രം. ഏലെന്നോര പ്രിയമാം. എബ്രായ പദമാ ഏൽ എന്നോര പ്രിയമാം. അതിലെ ദാനിയേൽ പ്രവചനത്തിലെ പിള്ളേരുടെ എല്ലാം പേര് ഏലെന്നും ഒക്കെയല്ലേ. ദാനിയേൽ, മീശായേൽ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഏലെന്നോര പ്രിയമാം നാമമോദികത മൂലവസ്തുവാൻ നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകി ശദ്ദായി യുയലോകി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടത്തൻ നിജാശകനാത്മാവിന്നവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഡങ്ങളെ ഊചിതം പോലെ അല്ലായെങ്കിൽ അതീശനെ മാനുഷരറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ല. ഇപ്പോഴും തപ്പി കിടക്കുക ഇത് ആരാടാ ഉണ്ടാക്കിയെന്ന്. എടാ പൊട്ടാ, പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക ദൈവം തിട്ടിച്ചെന്ന്. നീ പിന്നെ തപ്പി കിടക്കുക ആരാ ഇത്. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാം മകത്വബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവം അയൽപൂ നിജാത്മാനം കാരണം വിനാകാര്യം നോൽപദ്ധ്യത എന്നുള്ള സാരമാമകത്വം അറിഞ്ഞ അനാസ്തികർ പൂരിത ഭാവരായി ചരിക്കും ബോധം തന്റെ കാരുണ്യവർഷം ഈശൻ അവരിൽ വർഷിപ്പിക്കുന്നു.
ആശ്രിത മന്ദാരമാമി പരൻ തൻ്റെ പാദം ആശ്രയിച്ചിടുന്നവർക്ക്. ഞാൻ ചൊല്ലുന്നില്ല, നിങ്ങൾ പറയാക്ക് ബന്ധനമാണെന്ന് പറയും. അല്ലെ അമ്പലത്തിൽ നിന്ന് വന്നതിൻ്റെ കെട്ടിയത് വരെ അതില്ല ചൊല്ലി കഴിക്കേണ്ട വിഷയങ്ങളുണ്ടെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ തള്ള വെറുതെ ഇരുന്ന് ചൊല്ലുവൊന്നും വേണ്ട, ഞാൻ ചൊല്ലുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അടുത്ത കാലത്ത് മുളച്ച് കളിച്ച് വന്ന ദൈവമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. ദൈവത്തിന് മകത്ത് യേശു ക്രിസ്തു അവിടുന്ന് അനാദിയായി ശ്വാശ്വതമായി നമ്മുടെ ദൈവമാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഇനി സമയം എന്തുവായി? നമുക്ക് ചാണ്ടിച്ചാ പോട്ടെ, ഇച്ചിരൂടെ പോട്ടെ, പിന്നെ ചിങ്ങം വരെ പോട്ടെന്നല്ലേ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അവൻ ഓരോ അധ്യായം നിങ്ങൾ പഠിച്ച് അവിടുന്ന് സർവശക്തനായ ദൈവമാ. ഒന്നാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട. രണ്ടാം അധ്യായം കാനാവിലെ കല്യാണം വിട്ടി പച്ചവെള്ളത്ത് ക്രിസ്തു വീഞ്ഞാക്കി തീർത്തു. മൂന്നാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. നാലാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. അഞ്ചാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. ആറാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായി ഇറങ്ങി വന്ന ദൈവം. ഏഴാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. എട്ടാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം. ഒമ്പതാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. ഞാനിങ്ങനെ ചേർത്ത് പറയാ, പാരമ്പര്യ രോഗമോ കുടുംബത്തിന്റെ ബന്ധനമൊന്നും ദൈവത്തിന് വിഷയമല്ല. ലോകക്കാര് പറയുന്നത് ഇത് പാരമ്പര്യമാണ്, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ യേശുവിന്റെ അടുക്കവാ, നിന്റെ സകല കെട്ടും പൊട്ടിക്കും. അവിടുന്ന് അത്ഭുതം കടതയ്യമാ. ചിലപ്പം വൈദ്യന്മാരോ മന്ത്രവാദികളോ അവൻ മറ്റാൾക്കാരൊക്കെ പറയും ഇത് വിട്ടുമാറത്തില്ല, ഇങ്ങനെ തുടർമാനം കിടക്ക. അല്ലല്ല, നീ യേശുവിനോട് പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി നിന്റെ സകല പ്രശ്നങ്ങൾക്കും യേശു പരിഹാരം നൽകും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എട്ടാമത്തെ യാഗത്തിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന ദൈവം. ഒമ്പതാമത്തെ യാഗത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കി അത്ഭുതങ്ങളുടെ ദൈവം. പത്താമത്തെ യാഗത്തിൽ നല്ല ഇടയനായ ദൈവം. സാക്ഷാൽ ഇടയൻ, നല്ല ഇടയന് ശ്രേഷ്ഠ. ഇപ്പോൾ ചില പേപ്പറിലൊക്കെ ചില വാർത്ത വരുന്നത് പരസ്യമൊക്കെ കണ്ടാൽ വേറെ പുസ്തകമായി ഇതിനൊന്നും വെളിവില്ല. ഇടയശ്രേഷ്ഠന് ഒരാളേ ഉള്ളൂ, അത് നസറായനാ. അന്നേരം പേപ്പറിന് തലക്കെട്ടി കിടക്കുക സ്വന്തം എങ്ങനെ ശ്രേഷ്ഠ ഇടയന്. ദൈവത്തിന് മഹത്വം. ശ്രേഷ്ഠ ഇടയൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആടുകൾക്ക് വേണ്ടി ജീവനെ തന്ന കാട്ടൂടയോടിയ ആടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ കാട്ടൂടയോടിയ ആടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ പാപക്കാട്ടിൽ നീന്നോടി മാ ശ്രേഷ്ഠ ഈടയനേ പാപിതാ വരുന്നേ. പാപക്കാട്ടിൽ നീന്നോടി മാ ശ്രേഷ്ഠ ഈടയനേ പാപിതാ വരുന്നേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ശ്രേഷ്ഠ ഇടയൻ അവൻ ഒരുവനേ ഉള്ളൂ, അത് നസറയാനാകുന്ന യേശു. ആ ഇടയനെ പറ്റിയും ആടുകളെ പറ്റിയ 10-ാം അധ്യായത്തിലെ പ്രധാന വിഷയം ഞാൻ എടുത്ത വാക്യത്തോട് കൂട് പുലർത്തിയില്ലെങ്കിൽ ചെല്ലു പറയും കുഴപ്പമില്ലായിരുന്നു. എന്നാലും വാക്യം വായിച്ചു പുള്ളി ആ പറഞ്ഞ വിഷയമൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞ് നിങ്ങൾ വിഷയം ഉണ്ടാക്കും. അപ്പൊ അങ്ങനൊരു വിഷയം വരാതിരിക്കാൻ ആ വിഷയത്തിലോട്ടൊന്ന് കയറി പെട്ടെന്ന് അങ്ങ് നിർത്താം. ആ 4-ാമത്തെ വാക്യം വായിച്ചത് കേട്ടല്ലോ. ആ നല്ല ഇടയൻ അരുളി ചെയ്യുകയാ, സ്തോത്രം. ആ നല്ല ഇടയനെ പറ്റി പരാമർശിക്കുക, തനിക്ക് പ്രിയമുള്ളവരെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ദൈവത്തിന് പ്രിയമുള്ളവരെ ദൈവം പുറത്തിറക്കും.
നിന്നെ ആര് ബന്ധിച്ചാലും, ആര് ഒളിപ്പിച്ചു വെച്ചാലും, ആരൊക്കെ തടസ്സം നിന്നാലും, ആരൊക്കെ എതിരായി നിന്നാലും, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് തടസ്സങ്ങൾ വന്നാലും തട്ടി മാറ്റി സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. ഹല്ലേലൂയ. നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. സമയമാകുമ്പോൾ ദൈവം പുറത്ത് കൊണ്ടുവരും. കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് പോകാൻ ചാണ്ടിച്ച കമ്പിവാചകം പോലെ പുറത്തിറക്കുന്ന ദൈവം. ഒരു വാക്യം വായിച്ചോ. സമയമാകുമ്പോൾ പുറത്തിറക്കും. വരുന്നില്ലെന്ന് പറഞ്ഞാലും പിന്നെ വായിച്ച 19:17 ഉൽപ്പത്തി വായിര്. പശ്ചാത്തലം അറിയാമല്ലോ. 19:17 വായിക്ക്. ഓ സിമാമേ, ഒന്നുകൂടെ വായിച്ചോ സഹോദരി. ഒക്കെ അതത്യാവശ്യമാണ്. എന്നാലും മൈക്ക് കൊണ്ടൊന്ന് വായിച്ചേ. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോക. പുറകോട്ട് നോക്കരുത്. പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. സ്തോത്രം. പശ്ചാത്തലം അറിയാമല്ലോ. എന്താ ലോത്ത്, മിസ്സിസ് ലോത്ത്, 2 പെൺകുട്ടികൾ. അവരുടെ പേര് എഴുതിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ 2 പേരിടുക. അക്സ, കെസിയ. ഒത്തിരിക്കട്ടെ. ഇവിടെ അക്സ ക്ഷമിക്കണേ, ഇവിടുത്തെ കെസിയ ക്ഷമിക്കണേ. നിങ്ങളല്ല, ലോത്തിന്റെ പെൺമക്കൾ. പശ്ചാത്തലം അറിയാം. അബ്രഹാമും ഇങ്ങേരും കൂടെ ഒന്നിച്ചിറങ്ങി ഒടുവിൽ പുള്ളി റൂട്ട് മാറ്റി പുള്ളി നേരെ പച്ചപ്പ് കണ്ടങ്ങ് പോയി. അബ്രഹാം ഒരിക്കൽ വിളിച്ചു പറഞ്ഞാ ഇഷ്ടമുള്ളത് എടുത്തോളാൻ. അന്നേരം ഇവൻ ഉന്നം വെച്ചത് അന്നേരം കൈയിട്ട് ഉന്നം വെച്ചു, എടുത്തു. 14:10 വായിച്ചേ. 14:10 ഉൽപ്പത്തി. ചടിയടാന്ന് വായിക്കണം. 14:10. സിദ്ദീം താഴ്വരയിൽ കീഴ്ക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. ഇനി 13 വായിച്ചു. ഓടിപ്പോകുന്ന ഒരുത്തൻ വന്ന എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എസ്കോലിന്റെ 13:10 വായിച്ചേ പാസ്റ്ററെ. 13:10 സോറി. അപ്പൊ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യോർദാൻ അരികെ നീരോട്ടം, പച്ചപ്പ് ഇഷ്ടപ്പെട്ടു. അത് തെരഞ്ഞെടുത്ത് പുള്ളി കൂടാരം നീക്കി 14-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചപ്പോൾ പുള്ളി സോദോമിൽ കൊണ്ട് കൂടാരം കയറ്റി. അവരെ പറ്റി വായിക്കുന്നത് മഹാഭാവികളായിരുന്നെന്നാ. ആ പട്ടണത്തിലെ ഒരിക്കലെ സൈമൺ സാറ് ചെന്നു. പുള്ളി അവിടെ ചെന്നേച്ച് ഒരിടവഴിയിൽ കൂടെ കയറിയപ്പോഴേ പുള്ളി പറഞ്ഞു, ഞാൻ ആറന്മുളയ്ക്ക് പോവാന്ന്. സാർ എഴുതി വെച്ചത് ഇങ്ങനെ: ഒരു തെരുവിനിടവഴിയിലൂടെ കടന്ന പോതൊന്നിച്ചു കണ്ടാൽ ഒരു തരം വങ്കരെ. ഒരു ഇടവഴി കൂടെ സൈമൺ സാറ് അവിടെ ചെന്നു. ലോത്തിന്റെ ഇടയ്ക്ക് പുള്ളി അവിടെ ചെന്നു. ടൗണിൽ എങ്ങനെയാ പോയെന്നൊന്നും എന്നോട് ചോദിക്കരുത്. പുള്ളി അവിടെ ചെന്നു. ഒരു ഇടവഴിയെ കൂടെ കയറി ചെന്നപ്പോ കണ്ട കാഴ്ചയാ. ഒരു തെരുവിനിടവഴിയിലൂടെ കടന്ന പോതൊന്നിച്ചു കണ്ടാൽ ഒരു തരം വങ്കരെ. തലമുടി മിനിക്കുകയും ശ്മശ്രു നെറുക്കുകയും ലളിതതര ശൃംഖലം മധ്യേ മുറുക്കിയും വിലപരുകുമാടയാലാപാദമസ്തകം നലമൊടുമറച്ചു നൽ പാസം പരുക്കിയും കരവിധത്തിലെ കിടമത് മുഖരവി ചുടറ്റിയും കണ്ടമാനം പേശി ദന്തം കഴറ്റിയും വതനമതു 14 വാദയോഗത്തിനാൽ വാദം സുഗന്ധം പരിപൂർണമാക്കിയും രസിക ജനമണ്ടി പണ്ണിയും മണ്ടിമ കുടമർത്യരായി രാത്രിയും ചരരായി നിശാചരന്മാരാ.
വ്യാഖ്യാനിക്കുന്നില്ല. അറിവുള്ളവരുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഈ പട്ടണത്തിൽ ലോത്ത് പെൺപിള്ളേരുമായിട്ട് ചെന്ന് താമസം. എന്തിനേറെ ഈ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടു. അതിന് മുന്നോടിയായിട്ട് ദൂതന്മാർ വന്നു. അബ്രഹാമിന്റെ വീട്ടിലും വന്നു, ലോത്തിന്റെ വീട്ടിലും വന്നു. നമുക്ക് പുസ്തകം അറിയാവുന്നവർക്കറിയാം. അബ്രഹാമിന്റെ വീട്ടിൽ എപ്പോഴാ വന്നേ? പക്ഷേ ഞങ്ങളോട് പറഞ്ഞില്ല എപ്പോഴാ വന്നെന്ന്. അല്ല, എപ്പോഴാ വന്നെന്ന് ടൈം ഏകദേശം വെയിലുറച്ചപ്പോ, ഏതാണ്ട് ഉച്ച സമയത്തോടടുത്തു. വെയിലുറച്ചപ്പോ പുള്ളി കൂടാരവാതിക്കൽ ഇരിക്കുക. 3 പേരെ കണ്ടു. കണ്ടുടനെ ഉണ്ട കിട്ടുന്നല്ല, അങ്ങോട്ട് ചെന്ന. നമ്മൾ 3 ഉപദേശമാർ ഉച്ചയ്ക്ക് അങ്ങാനും വരികയാണ്. എല്ലാം ഗേറ്റുമൊക്കെ പൂട്ടി, ആമത്താഴ് വിട്ട് പൂട്ടി, വാല് മുറിച്ച വണ്ട് പാട്ടി, പിന്നെ എല്ലാം പാട്ടി കടിച്ച് യാതൊല്ലാതെ. ഒരു കുഞ്ഞുങ്ങൾക്ക് ഗുണം ചെയ്യാത്ത ഒത്തിരി എണ്ണമുണ്ട്. എന്നാൽ നന്മയും ഗുണവും ചെയ്യുന്നവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉച്ച സമയത്താ വന്നത്. അയ്യോ, ഞങ്ങൾ കഴിച്ചു പാസ്റ്ററെ, ഇനി എന്നാ ചെയ്യുന്നു? മേടിക്കണോ? മേടിക്കട്ടെ. ഇതൊന്നും നല്ല മനസ്സുള്ളവർ പറയുകയല്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന നമ്മുടെ ഈ ഒരു കർത്തൃദാസി, നമ്മുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, നമ്മുടെ കടന്നുപോയി, പിന്നെ ES ജോൺ പാസ്റ്ററുടെ ജ്യേഷ്ഠൻ ES വർഗീസ്, ആ കർത്തൃദാസി മാമ. അങ്ങനെയുള്ള ദൈവദാസിമാർ ഒത്തിരി ഉണ്ട്. എൻ്റെ ദൃഷ്ടിയിലും അനുഭവത്തിൽ വന്നൊരു കാര്യം പറയുന്നതേ ഉള്ളൂ. എല്ലാവരും ഒത്തിരി പേരങ്ങനെ ഉണ്ട്. നമ്മുടെ കുറച്ച് ദൈവദാസന്മാർ ശുശ്രൂഷ കഴിഞ്ഞ്, കണ്ണൂരിലെ ശുശ്രൂഷ കഴിഞ്ഞ അവർ വന്നപ്പോൾ ഒരു രാത്രി 1 മണിയായി. കഴിച്ചില്ല, കഴിക്കാൻ അവർക്ക് ഒത്തില്ല. ആ പാസ്റ്ററെ കൊണ്ടൊരു കട്ടൻ കാപ്പി കുടിച്ചേച്ച് പോകാം എന്ന് പറഞ്ഞ് അവിടെ കയറി. രാത്രി 1 മണി കഴിഞ്ഞു. ഇവരുടെ വരവൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായെന്നാ പറഞ്ഞ് ക്ഷീണിച്ചാ വരുന്നെന്ന്. പുള്ളിക്കാരി ഉടനെ ചോദിപ്പിച്ചു. അപ്പം കഴിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ വെള്ളം, ചിലർക്ക് ചൂടുവെള്ളം വേണം കുളിക്കാൻ, കൊടുത്തു. ഇവർ കുളി കഴിഞ്ഞ് വന്നപ്പം മേശപ്പുറത്ത് തീ പാറുന്ന ചോറും കൂട്ടാനും. അപ്പം പിന്നീട് പുള്ളിക്കാരോട് ചോദിച്ചു, എങ്ങനെ 3 കുക്കറിനകത്തോട് ചോറിട്ട് അരി കിട്ടുന്നു. കൊടുക്കാൻ മനസ്സുള്ളവൻ മുതുപാതിരായി ഇത്ര വന്നാലും കൊടുക്കും. കൊടുക്കാൻ മനസ്സില്ലാത്തവൻ 5 ദിവസം താമസിച്ചാലും കൊടുക്കുകയല്ല. കൂട്ടാൻ ഒത്തിരി ഒന്നും വേണ്ടത്, സ്നേഹം ഒരു കൂട്ടാനാ. ചോറ് വിളമ്പി കൊടുത്ത് വെച്ച് മുളക് ഉടച്ചത് ഇച്ചിരി എണ്ണയുണ്ട്, ഇച്ചിരി ഒഴിച്ചു, അടുത്ത് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ സ്നേഹം അതൊരു രുചിയാ. സ്നേഹമില്ലാത്ത ചില്ലി ചിക്കന്, മട്ടൺ ചാപ്സ്, ബർഗറ്, പിന്നെ ഒരു താല്പര്യം. അത് വിഷന്തിൻ്റെ പുസ്തകത്തിലും വാക്യം അങ്ങനെ ആണല്ലോ, കണ്ണുകടിയുള്ളവൻ്റെ. അബ്രഹാമിന്റെ വീട്ടിൽ ഉച്ച സമയത്താ വന്നേ. വെയിലുറച്ചപ്പം ഓടി കൂടാരവാതിൽ ഓടിച്ചെന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അത് വിവരിക്കുന്നില്ല. ലോത്തിന്റെ വീട്ടിൽ എപ്പോഴാ എന്നേ? വൈകുന്നേരത്താ. അതിന് അബ്രഹാമിന്റെ വീട്ടിൽ ഉച്ച സമയത്ത് വന്നു. പെട്ടെന്ന് മൃഗത്തെ അറുത്തു, ഭക്ഷണമെല്ലാം ക്രമപ്പെടുത്തി, ഭക്ഷണമെല്ലാം കഴിച്ച് ഭക്ഷിച്ച് ബലപ്പെട്ട് അവരെ പറഞ്ഞു വിടുക. പോകുന്നിടത്ത് അനുഗ്രഹമൊക്കെ കൊടുത്തു. പെരുവഴി വന്നപ്പോൾ ഇത് തിരിഞ്ഞപ്പോൾ ചോദിച്ചു, അടുത്ത ശുശ്രൂഷ എവിടാന്ന് ചോദിച്ചു. അബ്രഹാം ചോദിച്ചു, അടുത്ത ഉടനെ പറഞ്ഞു, ഞങ്ങൾ അടുത്ത ശുശ്രൂഷ സോതോമില്ല. അപ്പൊ ചോദിച്ചു, എന്തോ പവർ മീറ്റിംഗ് ആണോ ഫയർ ആണോ? പുള്ളി പറഞ്ഞു, പവർ അല്ല, ഫയർ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പവർ മീറ്റിംഗ് അല്ല, പവർ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞു, ഇനി ചെല്ലു പറഞ്ഞു ഫയർ. അതാ എന്ന് പറഞ്ഞ ഇവനെ എല്ലാം കത്തിക്കാൻ പോവുക. ഇവനെ എല്ലാം കത്തിക്കും. അപ്പൊ അബ്രഹാം ഇടിവ് നിൽക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. അബ്രഹാം ഇടിവ് നിൽക്കുക. അയ്യോ, കാരണം അബ്രഹാമിന് അറിയാം ലോത്തും പെമ്പിള്ളേരും അവിടെ ഉണ്ട്. അബ്രഹാം ഇടിവ് നിൽക്കുക. ഇവിടെ ഉച്ചയ്ക്ക് വന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് നമ്മുടെ നാടൻ രീതി അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് യാത്ര തിരിച്ചു. പക്ഷേ ലോത്തിന്റെ അവിടെ വന്നത്, സോതോമിൽ വന്നത് വൈകുന്നേരത്താ. കാരണം ഇന്നാളൊരു അമ്മ പറഞ്ഞു, നടന്നു വരണ്ടായോ എന്ന്. വേറൊരു തള്ള എന്നോട് പറഞ്ഞു, നല്ല കാളേനെയൊക്കെ അല്ലേ, അതിന്റെ നെയ് മുത്തിയതായിരിക്കും, ക്ഷീണമൊക്കെ. പിന്നെ
എളുപ്പമുള്ളതല്ലേ? നെയ്മുറ്റിയതൊന്നുമല്ല. അബ്രഹാം ചോദിച്ച് എങ്ങോട്ടാ പോകുന്നത്? സോദോമിലോട്ട്. എന്തിനാ? കത്തിക്കാൻ പോകുക. അപ്പൊ ഹൃദയത്തിന് വേദന ഉണ്ടായി. എന്റെ സഹോദരപുത്രൻ ലോത്ത്, അവന്റെ ഭാര്യ, പെൺകുട്ടികളുണ്ട്. അബ്രഹാം ഇടിവ് നിന്നു. ഇടിവുന്നത് ചെറിയ പോകരുത് പോകരുത്. ആ പട്ടണത്തിൽ 50 പേരുണ്ട്, നശിപ്പിക്കുമോ? ദൂതൻ പറഞ്ഞ അവറാച്ച, ഞാൻ അങ്ങനെ കടുങ്കൈ ചെയ്യുന്നവനൊന്നുമല്ല, 50 ഉണ്ട്, നശിപ്പിക്കത്തില്ല. ഉടനെ പുള്ളി എന്റെ ചിന്തയാ, പ്രാർത്ഥിച്ചപ്പോ 50 ഇല്ല. ഉടനെ പോകരുത് പോകരുത്, 45 ഉണ്ടേ കത്തിക്കുവോ? ഇല്ലില്ല അവറാച്ച, 45 ഉണ്ടേ കത്തിക്കത്തില്ല. അപ്പൊ പിന്നെ പ്രാർത്ഥിച്ച് പോകരുത് പോകരുത്. മനസ്സിലായി. സ്തോത്രം. 30 ഉണ്ടേ കത്തിക്കുവോ? ഇല്ല. സ്തോത്രം സ്തോത്രം. അയ്യോ പോകരുത് പോകരുത്. 20 ഉണ്ടേ കത്തിക്കുമോ? ഇല്ല. ലാസ്റ്റ് പറഞ്ഞ് 10 പേരുണ്ട്, ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ദൂതൻ പോകാൻ കാര്യം 10 എണ്ണോ അവിടെ. ഈ 10 കൊണ്ട് നിർത്താൻ കാര്യം അബ്രഹാം ന്യായമായ ചിന്ത. 1 ലോത്ത്, 2 ഭാര്യ, അപ്പം 2, പിന്നെ 2 പെൺപിള്ളേര്. മുമ്പ് ഞാനിട്ട പേര് അതവിടെ കിടക്കട്ടെ. അപ്പം 2 2 4. ഈ പെൺപിള്ളേർക്ക് അവിടെ ഇച്ചിരി ഇടപാടൊക്കെ ഉണ്ട്. 2 പേരും ഇങ്ങനെ ആലോചിച്ചൊക്കെ നിർത്തിയിരിക്കുക. ഒരുത്തൻ്റെ പേര് ഡാനി. ഒരു പേര് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളു, പിണങ്ങരുത്. ഡാനി. മറ്റവൻ റിനു. ആയിക്കോട്ടെ. അപ്പൊ ലോത്തെ ഭാര്യ 2 പെമ്പിള്ളേർ 2 2 4. ഡാനി, റിനു. അപ്പം 6. 4 എണ്ണം കൂടെ തയ്ക്കണം. ഡാനിയുടെ പേരൻസ്. അപ്പൊ 6 2 റിനുവിന്റെ പേരൻസ്. ഇപ്പൊ 10 ആയല്ലോ. ഇതൊക്കെ ഒപ്പിച്ച എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിനെ അറിയാം. ദൈവത്തിന് മകൻ. ചുരുക്കി പറഞ്ഞാൽ 10 എണ്ണം. അതിന് കാരണം പറയാം. അബ്രഹാമിന്റെ കൂടെ നടന്നയാളാ ലോത്ത്. അപ്പൊ അബ്രഹാം യാഗം കഴിക്കുന്നതും ഇത് യാഗവസ്തു ക്രമീകരിക്കുന്നതും തീ ഇറങ്ങുന്നതും ഒക്കെ ഇവൻ ലോത്ത് കണ്ടിട്ടുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യ. അപ്പം നിശ്ചയമായിട്ട് ലോത്ത് ഭാര്യയോട് പറഞ്ഞു കാണും, കുഞ്ഞന്നാമ്മേ, നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉപരിപഠനം ഓർത്ത ഈ സ്ഥലത്ത് വന്നത്. പക്ഷെ ഉപ്പാപ്പൻ്റെ കൂടെ ഞാൻ നടന്നു. ഉപ്പാപ്പൻ ഭയങ്കര ആരാധന. ഇതൊന്നും അല്ലടി പ്രാർത്ഥന, ഇതൊന്നും അല്ല കുഞ്ഞന്നാമ്മയെന്ന് മിസ്റ്റർ ലോത്ത് കുഞ്ഞന്നാമ്മയോട് പറഞ്ഞു കാണാൻ സാധ്യത ഉണ്ട്. കുഞ്ഞന്നാമ്മ പെൺപിള്ളേരോട് 2 പേരോടും പറഞ്ഞു കാണും, കെസിയ, അക്സ, ഇങ്ങനൊന്നും അല്ല. നമ്മുടെ അപ്പച്ചൻ്റെ സഹോദരൻ ആദ്യത്തെ പെന്തിക്കോസുകാരനായി ഏബ്രഹാം സാറ്. പിന്നെ അബ്രഹാം എല്ലാം അങ്ങ് സാറന്മാരല്ലേ. അപ്പോ ഇങ്ങനൊന്നും അല്ല, ഇതൊക്കെ ആരാധന. ഇതാണ് അവളുമാരോട് അവളുമാര് അവർക്ക് ആലോചിച്ച ഉണ്ടല്ലോ. ഡാനി, ബിനോയ് അല്ലടാ, റിനു. ഓ ബിനോയ് അതാ, അവന് വേറെ കേസാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവരോട് ഈ പെൺപിള്ളേര് പറഞ്ഞു കാണും, ഡാനി, നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങനെ ചരലക്കുന്നിൽ ബൈക്കേ വരിക. ഇപ്പം നമുക്ക് 2 ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് ആരും, നമ്മൾ ബീച്ചിൽ പോകുന്നതൊക്കെ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരുവൻ മേളിലുണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്ന യേശുവിനെ രക്ഷിതാവായി ഇവളുമാരും പറയാൻ സാധ്യത ഉണ്ട്. അവന്മാർ ചെന്ന് അവരുടെ പേരൻസിനോട് പറഞ്ഞു കാണും, അപ്പച്ച, പപ്പ, അല്ലെ ഡാഡി, എനിക്കൊരു അഫെയർ ഉണ്ട്, കെസിയ, ബ്ലസ്സി, അങ്ങനെ. പക്ഷെ അവർ പെന്തിക്കോസുകാരാ, സ്നാനപ്പെട്ടെങ്കിലേ കല്യാണം. ഇങ്ങനെയൊക്കെ പറയാൻ സാധ്യത ഉണ്ട്. അങ്ങനെ എല്ലാവരുടെ 10. പക്ഷെ 10 പേരും ഇല്ല. ദൂതന്മാര് വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് പട്ടണവാതിൽക്കലിരിക്കുക. വീട്ടിൽ കൊണ്ടുപോയി പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. അവൻ വൈകുന്നേരത്താ വന്നത്. വൈകുന്നേരത്ത് വന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം പെമ്പിളേം പിള്ളേരെയും വിളിച്ചോണ്ട് ഓടിപ്പോകണ്ടേ. അന്നേരം അയാൾ പിന്നെയും തന്തൂരി ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ ദൂതനോട് ചോദിച്ചു കാണാം, അവിടെ എന്നായിരുന്നെന്ന്. എവിടാ? അപ്പാപ്പൻ്റെ വീട്ടിൽ. ഉടനെ ഊൻ പറഞ്ഞു, വളരെ എളുപ്പമുള്ള കാള, സോഫ്റ്റ് ആയിരുന്നു. അപ്പം ലോത്ത് പറഞ്ഞു, എന്നാ ഇവിടെ തന്തൂരിയാന്ന് പറഞ്ഞു. തന്തൂരി. ഇപ്പോൾ കോഴി ഉണ്ടല്ലോ ഇങ്ങനെ, എന്തുവാ കോഴിയുടെ പേര്? ഓ, വെളുത്തിരിക്കുന്ന അല്ലെന്ന്, ബ്രോയിലർ കോഴി. ഇത് തിന്ന് യോഗത്തിന് വന്ന കോഴി ഇരിക്കുമ്പോൾ ഒരനക്കവും ഇല്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ കോഴി ഇരിക്കും. ഇടയ്ക്ക്
അത് പിടിക്കാൻ ചെല്ലും. അപ്പൊ ഇവിടെ തന്തൂരിയാ, തന്തൂരി. അവിടെ നല്ല എളുപ്പമുള്ളതിനെ ലോകത്ത് പറഞ്ഞ് നമുക്ക് തന്തൂരി അടിക്കാന്ന്. എടാ, തന്തൂരി അടിക്കാനുള്ള സമയമല്ല, മൊത്തം തന്തൂരിക്ക് ഇറക്കാൻ പോകുക ദൈവം. ഇന്ന് രാത്രി നിന്റെ ജീവരക്ഷയ്ക്ക് നീ പുറത്തിറങ്ങിക്കോണം. ഇന്ന് രാത്രി നീ അകത്തിരുന്ന് തന്തൂരി അടിക്കാതെ, നീ അകത്തിരുന്ന് മട്ടനും ചാംസും പിന്നെ ഇതിന് കൂട്ടുന്ന വെള്ള സാധനം ഉണ്ടല്ലോ കൊച്ചുങ്ങൾക്കെല്ലാം അത് ഇട്ടവ എന്നതാണോ എന്നെ മയോൺ അടിച്ച് പിന്നെ മയോണീസും സോസ്. എടാ, വേവിച്ച നീ സോസ് അടിക്കരുത്. അവൻ മേളിൽ നിന്ന് ദൈവം തീ ഇറക്കാൻ പോവുക. ഇന്ന് രാത്രി ജീവരക്ഷയ്ക്ക് നീ ഓടണം. പുറകോട്ട് നോക്കരുത്, പുറകോട്ട് നോക്കരുത്. ഇന്ന് രാത്രി തന്തൂരി അടിച്ച് സമയം കളയാനില്ല, സോസ് അടിച്ച് സമയം കളയാനില്ല. ഇന്ന് രാത്രി നീ പുറത്തിറങ്ങ്, ജീവരക്ഷയ്ക്കോട്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, രക്ഷപ്പെടാൻ ഒറ്റ വഴി, രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, നസറേയനാകുന്ന യേശു. ഹല്ലേലൂയ. ഇവൻ അകത്ത് കയറി പെമ്പള, ഇവനും കൂടെ തന്തൂരി ഊലം പറഞ്ഞ്, എടാ മേളിന്ന് മൊത്തം തന്തൂരിയാ. അയ്യോ, എനിക്കിതെല്ലാം ചൊല്ലി പിടിപ്പിക്കാൻ ഇഷ്ടമുണ്ട്. ചാണ്ടിച്ചാ ഞാനങ്ങ് അടങ്ങുക. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ, മേളിൽ നിന്ന് കത്തി ഇറങ്ങുക. എന്തുവാച്ചാ പറഞ്ഞേ? ഞാൻ തെറ്റിച്ചോ? മേളിൽ നിന്ന് കത്തി ഇറങ്ങുന്നെന്ന്. ജ്വലന കന്നക്കട്ട കള്ളൂട്ട നടിവില്ലി ഡിവാളുകൾ കൊള്ളിയാനും ഇടിയും കൊണ്ട് ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങുക. അന്നേരം ഇവൻ അകത്തിരുന്ന് തന്തൂരി അടിക്കാൻ നോക്കുക. എടാ, ഇത് മുഴുവൻ കത്തിക്കാൻ പോവുക. ജ്വലന കന്നക്കട്ട കള്ളിട്ട നടിവിലിടി വാളുകൾ ജാതരോഷം പരന്ന് ആകാശവീതിയിൽ പ്രളയമതിൽ ഉയരം ഒരു ചണ്ടവാറങ്ങളും പ്രത്യുൽക്രമിച്ചു പ്രത്യക്ഷമാംവിധം നിമിഷ സമയം കൊണ്ട് ദിവ്യാശ ശുഷ്കണി നിർഗളിച്ചമ്പരതിക്കിൽ നിന്നക്ഷണം വലിയ നിലയങ്ങളും വൻമാളികകളും മുഴുവൻ കത്തിക്കുക. അമ്പരചുംബികളായ സകല സൗധങ്ങളും കത്തി ഇറങ്ങുക. വലിയ നിലയങ്ങളും വൻമാളികകളും വൻപരിൻ കേന്ദ്രവും എല്ലാം ചൊല്ലാൻ നേരമില്ല. പിന്നെ കൃഷിയിടം മുഴുവൻ കത്തിച്ചു. യവമഭിജ ഗോതമ്പ് ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനി വല്ലികൾ യവവും സകലതും കത്തിച്ചെന്ന്. യവമഭിജ ഗോതമ്പ് ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനി വല്ലികൾ ഒലിവുമരം അത്തിയും ദേവദാർവാദികൾ ഒക്കെയും ഭസ്മീകരിച്ചു നൽപീഡയാൽ ആഗ്നേയ വീട അഗ്നി തുരകരമയ പകിഷമൃഷപാദിയാൽ തുരകം കുതിര, തുരക കരം, കരം കഴുത, തുരകരം മയം ഒട്ടകം കത്തിച്ചെന്ന്. തുരകരം മയം മഹിഷം, മഹിഷം ഓ പോത്ത്, പോത്തനല്ല, പോത്തനും കത്തും. പിന്നെ പോത്ത് കത്താമെങ്കിൽ പിന്നെ പോത്തന് കത്താമല്ലേ. തുരകരം മയം മഹിഷം വൃഷഭാദിക, ഋഷഭം കാള, തുരകരമായ മകേശ വൃഷഭാദിക തുന്തിലമായുള്ള നാട്ടിൻ പുറങ്ങളും കിരണമൊട്ട് കരടി പുലി കാട്ടാട് ജംബുകം ഉറുകാൻ. ഓ, ഞാനങ്ങ് അടങ്ങുക. മുഴുവനും കത്തിച്ചിറക്കാൻ ദൈവം പദ്ധതി കിട്ടു. സന്ധ്യക്ക് വൈകുന്നേരം ദൂതം വന്നതല്ലേ, പെമ്പിളയും പിള്ളേരെ വിളിച്ചോണ്ട് പോകണ്ടേ. ഇയാൾ പിന്നെയും തന്തൂരി അടിച്ച് സോസ് അടിച്ചുകൊണ്ട് അകത്തിരിക്കുക. അതുകൊണ്ട് ഒടുവിൽ ഉഷസായപ്പോൾ, അങ്ങനെ എഴുതിയേക്കുന്നത് ഉഷസായപ്പോൾ, ഉഷസായപ്പോൾ, ഉഷസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 3 മണിയാകുക അല്ലയോ സാറേ? അതല്ലേ നമ്മൾ പാട്ട് പാടുന്നേ, ഉഷകാലം. നമ്മൾ 8:30 പാടുന്നേ. നമ്മൾ ഉഷകാലം എപ്പോഴാ പാടുന്നേ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവേ സ്തുതിപ്പ. ഉഷകാലം എന്താനന്ദം നമ്മൾ പ്രിയ. രാത്രിയിലും പാടുന്നുണ്ടല്ലോ, വലിയ കാര്യം. ഉഷസായപ്പോൾ, ചുരുക്കി പറഞ്ഞാൽ വൈകുന്നേരത്ത് ദൂരം വന്നടാ. തർക്കിച്ചും മാരച്ചും തന്തൂരി അടിച്ചും
സോസ് അടിച്ച് നിൽക്കുക. നീ ഒരു കാര്യം പറയാം സഹോദരി, ഇത് സോസ് തിന്നാനുള്ള നേരമല്ല, തന്തൂരി അടിക്കാനുള്ള നേരമല്ല. അവൻ കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുക. ഇന്ന് രാത്രി നീ ജീവരക്ഷയ്ക്ക് പുറത്തിറങ്ങ. നിന്റെ പാരമ്പര്യത്തിന്റെ പിടിയിൽ നിന്നും, പാപുരോഗത്തെ ആചാര അനുഷ്ഠാനത്തിൽ നിന്നും, നിന്റെ കുടുംബശ്രേഷ്ഠതയാകുന്ന ആ പിടിയിൽ നിന്ന് ഇന്ന് രാത്രി നീ പുറത്തിറങ്ങ. പുറത്തിറങ്ങിയിട്ട് പുറകോട്ട് നോക്കരുത്. ജീവരക്ഷയ്ക്ക് മുൻപോട്ട് ഓടുന്നതിൽ ഒറ്റലാക്ക. വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി. ഞാന് നിർത്തുക. പ്രസംഗം തീർന്നിട്ടല്ല, എനിക്കിപ്പം വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാന്നുള്ള ഇളക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ വേണേ ദൈവകൃപയിൽ ഒരു 2 മണിക്കൂർ കൂടെ നിൽക്കാം, ദൈവത്തിന് മകത്ത്. എങ്കിൽ അതിനെല്ലാം പരിമിതികളുണ്ടല്ലോ. ഇനി ബാക്കി അതുകൊണ്ട് ഇച്ചിരി നേരം കൂടെ എടുക്കും. കോഡ്ലെസ് ഇല്ലെന്നും അമ്മമ്മേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ജീവരക്ഷ പ്രാപിക്കുവാൻ നിന്നെ പുറത്തിറക്കുക. അകത്ത് കയറി ഇരിക്കരുത്. വേറൊന്നും നീ ചിന്തിക്കരുത്. കത്തിക്കാൻ പോകുക ദൈവം സോലോമിനെ. ഇത് കത്ത് ചാമ്പലാകുന്നതിന് മുമ്പ് സ്നേഹിത, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക്, നിന്റെ തലമുറകളുടെ രക്ഷയ്ക്ക്, നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് ഇന്ന് രാത്രി പുറത്തിറങ്ങി. പുറകോട്ട് നോക്കരുത്, മുന്നോട്ട് ഓടിക്കോണം. ദൈവത്തിന് മഹത്വം. ഇനി വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, വായിപ്പിച്ച് സമയം കളയുന്നില്ല. 1, ജീവരക്ഷയ്ക്ക് പുറത്തിറക്കി. 2, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവർ യോസേപ്പിനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. യോസേപ്പിനെ പുറത്തിറക്കി. സ്തോത്രം, പുറത്തിറക്കി. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ഷൂപ്പാഷെ വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. ഉടനെ പറവോൻ ആളയച്ച് അവരവനെ വേഗത്തിൽ ആ പറവോന്റെ മുഖം കാണിക്കാൻ പോവുക. പറവോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പോകും. എന്തിനാണെന്നറിയാമോ? സ്വപ്നം വ്യാഖ്യാനിക്കാൻ, എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക്. ഞാനങ്ങനെ പറഞ്ഞേ. സ്വപ്നം വ്യാഖ്യാനിക്കാൻ പോവല്ലേ. പറവോൻ സ്വപ്നം കണ്ടു, പുള്ളിക്ക് ബോധവുമില്ല, വെളിവുമില്ല, കണ്ടെന്നറിയാം. ഞങ്ങളുടെ സഭയിലൊരു അമ്മച്ചി കൊണ്ടിരുന്ന് ഉറങ്ങുക. ഞാൻ ചോദിക്കും, ഉറങ്ങുകയെന്ന്? കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞു. ഉറങ്ങുകയെന്ന് അമ്മ സമ്മതിക്കുകയല്ല, കാഴ്ചകൾ കാണുക. അതല്ല രസം. അടുത്ത ഡയലോഗ, എന്നെ കാണിക്കുന്നതെല്ലാം ക്ലിയർ ആയിട്ടാണ്. എങ്ങനുണ്ട്? ഇത് ശുശ്രൂഷയ്ക്ക്. പറവോൻ സ്വപ്നം കണ്ട അർത്ഥം അറിയത്തില്ല. അപ്പോൾ പാനപാത്രവാകൊക്കെ പ്രമാണി പറഞ്ഞു, പണ്ട് കാരാഗൃഹത്തിൽ വെച്ചൊരു യോഗം കൂടി, ഒരു പയ്യനുണ്ട്, മിടുക്കനാ, കൊണ്ടുവരാ. ആള് വിട്ട് യോസേപ്പിനെ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. അതിനകത്ത് 1-2 പാഠം പറയാം. അപമാനക്കുറ്റം അടിച്ചേൽപ്പിച്ച ആ കുണ്ടറയിലിട്ടത് ആ തുണിയാന്ന് തള്ളയുടെ കയ്യിലുമുണ്ട്. തള്ള ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം തുണി ഇങ്ങനെ ഉടനെ അതിന് ലൈക്ക് അടിക്കുന്ന ബിരുദന്മാരും, ഹായ് അമ്മാമ്മേ, തുണി കൊള്ളാമല്ലോ അമ്മാമ്മേ. എന്നെ അമ്മാമ്മ അറിയാം ഷെയർ ചെയ്യാൻ. അല്ലേ, നിനക്ക് വട്ടാ. സ്തോത്രം. അല്ല, യോസേപ്പിന്റെ തുണിയായിട്ടിരിക്കുക. യോസേപ്പ് നല്ല ശുശ്രൂഷ നിൽക്കുക. ദൈവത്തിന് മഹത്വം. അപ്പൊ എല്ലാവരും വിധിച്ച് ഇനി ഇവൻ ഈ കുണ്ടറയിൽ നിന്ന് വെളിയിൽ വരത്തില്ല. പക്ഷേ യാക്കോബ് മരണസമയത്തിന് മുമ്പ് അനുഗ്രഹിച്ചപ്പോ പറഞ്ഞു, യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമാ. വില്ലാളികൾ അവന് എയ്തു, അവൻ വിഷമത്തിലായി. പക്ഷേ അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. യാക്കോബിന്റെ വല്ലഭന്റെ ആ വല്ലഭമുള്ളവന്റെ ഭുജത്താൽ തന്നെ അവൻ നിനക്കെതിരെ വാട കോരുമ്പോൾ, അണിയറകളിൽ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ, നീ പ്രാർത്ഥനയിൽ പോരാട്, ആരാധനയിൽ ഉച്ചരിക്ക്. സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. ഹല്ലേലൂയ. സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. പുറത്തിറക്കിയ എന്തിനാ? ശുശ്രൂഷയ്ക്കാ.
പിന്നെ ഒരു കാര്യമുണ്ട്, ശുശ്രൂഷയ്ക്ക് പോയി ചെന്നപ്പം ആ കിടന്ന കിടപ്പിലല്ല, വസ്ത്രമൊക്കെ മാറി. അങ്ങനെ ക്ഷൗരവും ചെയ്യിപ്പിച്ചു. നീ ശുശ്രൂഷയ്ക്ക് വരുമ്പം മാനമര്യാദയ്ക്ക് വരണം. നിന്റെ ഇറുകി പറ്റിയ പാൻറ്റും ഇറുകി പറ്റിയ ഒരു ബനിയനും ശക്തിയോടെ. എടാ, പുരുഷന്റെ ഊരിക്കളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മഹത്വമെല്ലാം മറച്ചേച്ച് വേണം ആരാധിക്കാൻ. അവിടുന്ന് ആ മഹത്വത്തിന് യോഗ്യൻ. നമ്മുടെ എല്ലാ മഹത്വം അങ്ങ് മാറ്റി വെച്ചേക്കണം. നമ്മുടെ ഒരു മഹത്വം വെളിപ്പെടേണ്ട, അവിടുന്ന് ആ മഹത്വത്തിന് യോഗ്യൻ. അപ്പൊ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ അതിന്റെ ഓരോ രീതികളുണ്ട്. പിന്നെ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവല്ലേ, വസ്ത്രമൊക്കെ മാറി ക്ഷൗരമൊക്കെ ചെയ്യിപ്പിച്ചു. ഇപ്പാണ്ട് ഒരുത്തനെ അടിക്കാൻ പറ്റുന്നത് അവന്റെ തലമുടി ഇച്ചിരി അവിടെ റബ്ബർ ബാൻഡ് എടുക്കുക, ചുണ്ടനലിയുടെ പാലനങ്ങും പോലെ. എന്നതാണോ കുറെ വട്ടുപിടിച്ചവന്മാരെല്ലാം കൂടെ. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. യോസേപ്പിനെ ദൈവം പുറത്തിറക്കിച്ചു. നിന്നെ പുറത്തിറക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അധിക നാൾ കുണ്ടറയിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അധിക നാൾ ബന്ധിക്കപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ കൂട്ടുവേലക്കാരോട് ഞാൻ ദൈവകൃപൻ എന്ന് പറയാ, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നീ നിൽക്കുന്നെങ്കിൽ സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. ഹല്ലേലൂയ. ഒന്ന്, ജീവരക്ഷയ്ക്ക് പുറത്തിറക്കി. രണ്ട്, ശുശ്രൂഷയ്ക്ക് പുറത്തിറക്കി. ഏതായാലും സമയം പോയി, ഏതായാലും എന്നെ പള്ളു പറയും, എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വെച്ചാൽ പോകും. പണ്ടൊരു തള്ള പറഞ്ഞു, ഏതായാലും നരകത്തിലാണ്, ആ കുറിച്ചിയും കൂടെ ചൂടാന്ന്. ഒരു കാര്യം കൂടെ വായിച്ചോ, പുറത്തിറക്കുന്ന ദൈവം. യെസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ചടേന്ന് വായിര്. യെസ്രാ 1:7. പെട്ടെന്ന് യെസ്രാ 1:7. ആ താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്തുവശത്ത് മേളിൽ 7. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവയാം ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തെടുപ്പിച്ചു. യഹോവയുടെ ആലയം വക സകല ഉപകരണങ്ങളും ഒരെണ്ണം പോലും പോകാതെ പുറത്തെടുപ്പിച്ചെന്ന്. ഇത് ചരിത്രവും കൂടെ ചേർത്ത് മണിക്കൂറുകൾ നിന്ന് പറയേണ്ടതാ. കോരേശിന്റെ കൽപ്പന. പിന്നെ നെബൂഖദ്നേസർ വന്നത് BC 606 സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിതയോ. BC 606 സ്വരാജ്യം. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിതയോ. BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന. 5-ാം രാജിതം ഉണ്ടാമേ, പരമഞ്ചാം രാജിതം ഉണ്ടാമേ. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർ, തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തു. 5-ാം രാജിതം ഉണ്ടാമേ, പരമഞ്ചാം രാജിതം ഉണ്ടാമേ. അപ്പൊ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ വന്ന് യെരൂശലേം നിരോധിച്ച് യെരൂശലേമിനെ പിടിച്ചു. എല്ലാരെയും കൊണ്ടുപോയില്ല. ഈ പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്, ഉണ്ടെന്ന്. എല്ലാം ഞാൻ വാക്യങ്ങളിൽ പേടിപ്പിക്കുന്നില്ല, നേരമില്ലാത്ത കൊണ്ടാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 24:14 പെട്ടെന്ന് വായിക്കാങ്കി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24:14. എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആചാര്യമാരെയും എല്ലാ കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അടുത്ത ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ അവരെ കൊണ്ടുപോയില്ല, ആരും ശേഷിച്ചിരുന്നില്ല. പിശാചിന് മനസ്സിലായി ഇതിനെയൊന്നും കൊണ്ടുപോയിട്ടും വലിയ കാര്യമില്ല. എല്ലാരോടും ഒന്നും പിശാച് പോരാടുകയല്ല. സ്തോത്രം പാട്ട് പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, സ്തോത്രം പറയുകയല്ല, സ്തോത്രകാഴ്ച കിട്ടുകയല്ല, പിന്നെ എന്നാ പോരാടാനാ? അപ്പൊ ഇവൻ വന്ന് യെരൂശലേം നിരോധിച്ചവരെ പിടിച്ചോണ്ട് പോയി. പോയ കൂട്ടത്തിൽ ദൈവാലയം വക മുഴുവൻ പാത്രങ്ങൾ, ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച ദൈവാലയം വക പാത്രം അവിടെ കണക്ക് കൊടുത്തുണ്ട്. 5400 കണ്ട, അങ്ങനെയല്ലേ എഴുതിയേക്കന്നെ? കണക്കുണ്ട്, ഒന്ന് വായിച്ചേ. 5400 എന്നല്ലേ? ആ 1-ാം അധ്യായത്തിന്റെ 9 അല്ലേ?
എസ്രാ ഇവിടെ കിടപ്പുണ്ട് 1:9 5000. അവയുടെ എണ്ണമാവിത്. അത് താഴെ തന്നെ മൊത്തം ടോട്ടൽ കണക്കുണ്ട്. $29. ഞാൻ സന്ധ്യയ്ക്കും വായിച്ചപ്പോ കണ്ടു. ആകെ 5400 അത് തന്നെ 5400. നിങ്ങളിപ്പം വായിക്കാത്തത് ഞാനങ്ങ് നിർത്തട്ടെന്ന് ഓർത്താ. വായിക്കാതിരിക്കുമ്പോ പുള്ളി ഇപ്പം നിർത്തുന്നില്ല. നിങ്ങൾ വായിച്ചു തരികയായിരുന്നു, ഞാൻ പെട്ടെന്ന് നിർത്തിയാനും. 5400. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ പാത്രം പോലും ദേവന്റെ ക്ഷേത്രത്തിലിട്ടില്ല. കോരേശ് കൽപ്പന അങ്ങോട്ട് പുറപ്പെടുവിച്ചു. കോരേശന്റെ ഇടയൻ, അവനെന്റെ ഹിതമല്ല എന്ന് പറഞ്ഞ ചരിത്രം പഠിക്കുന്ന കോരേശ് ജനിക്കുന്നതിന് മുമ്പ് ഇവന്റെ പേര് ചൊല്ലി പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു. ഒന്നുകൂടെ തെളിച്ച് സാരൊക്കെ എന്നെ ചരിത്രം പഠിപ്പിച്ച കോരേശിന്റെ അപ്പൻ ജനിക്കുന്നതിന് മുന്നേ, കോരേശിന്റെ അപ്പൻ ജനിക്കുന്നതിന് മുന്നേ കോരേശിനെ അവന്റെ അപ്പനെയും സകലരെയും നന്നായിട്ട് അറിവുള്ള ദൈവം കൽപ്പന പുറപ്പെടുവിച്ചു. കോരേശ് എന്ന് പറഞ്ഞ ഒരുത്തൻ ജനിക്കും, അവൻ എന്റെ ഇടയനാകും, എന്റെ ആത്മാവിനാൽ ഞാൻ അവനെ ബലപ്പെടുത്തും, അവൻ കൽപ്പന പുറപ്പെടുവിക്കും. ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച ദൈവാലയമായ പാത്രം മുഴുവൻ ഒരു സ്പൂണ് പോലും പോകാതെ താവി കണക്കുണ്ട്. താവി എല്ലാം എഴുതിയിട്ടുണ്ട്. ഒരു താവി പോലും ഇടാതെ അവൻ ഞാൻ പുറത്തെടുപ്പിക്കും. ഇന്ന് രാത്രി നീ വിശ്വാസത്തോടെ പറ, നിന്റെ കുടുംബം നശിക്കത്തില്ല, ഒരു കുളമ്പ് പോലും പട്ടുപോകത്തില്ല, നിന്റെ സന്തതി നശിച്ചു പോകത്തില്ല, നിന്റെ തലമുറയ്ക്ക് ദോഷം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, ഒരു തവിയോ ഒരു കിണ്ണമോ ഒരു ചട്ടിയോ ഒരു പാത്രമോ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ എണ്ണി സകലത്തിനെ പുറത്തിറക്കി. ഇന്ന് രാത്രി വന്ന ദൈവത്തിന്റെ പൈതലേ, വിശ്വാസത്തോടെ പറ, അവൻ ചരൽക്കുന്നിലുള്ള സകല കുടുംബം വിടുവിക്കപ്പെടും. എല്ലാ കുടുംബത്തെയും ദൈവം സന്ദർശിക്കും. ദോഷത്തിനല്ല, യേശുവിനെ അറിയുവാൻ. നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരെണ്ണം നശിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ. ഏകനായിട്ട് ഈ മാർഗത്തിൽ വന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് രാത്രി ചഞ്ചലിക്കരുത്. വിശ്വാസത്തോടെ പറ, ഒരെണ്ണത്തിനെയും വിടുകയില്ല. സകല എണ്ണത്തിന് പേര് ചൊല്ലി നിന്നെ പുറത്തിറക്കുന്ന ദൈവം. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, നീ കയറിയ ഭവനങ്ങളൊന്നും നശിച്ചു പോകത്തില്ല. നീ ലഘുലേഖ കൊടുത്ത ഒരു വ്യക്തി നശിക്കത്തില്ല. നീ സുവിശേഷം പറഞ്ഞ ഒരുത്തനും നഷ്ടപ്പെടത്തില്ല. സകല എണ്ണത്തിന് എന്തെയ്യോ പുറത്തിറക്കും. ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും. പ്രൈസ് ദി ലോർഡ്. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് അരുളിച്ച ദൈവം ഇന്ന് രാത്രി ദേശത്തിന്റെ കെട്ടടിച്ച് ദേശാധിപതികളുടെ പോരുകളെ അടിച്ച് ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ വിശ്വാസത്തോടെ. ജീസസ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, ദേശം വിടുവിക്കപ്പെടും. ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവം പുറത്തിറക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ജീവരക്ഷയ്ക്ക് പുറത്തിറക്കി, ശുശ്രൂഷയ്ക്ക് പുറത്തിറക്കി. എന്റെ ഭാഷ പറഞ്ഞാൽ ഈ പാത്രമെല്ലാം കൂടെ പുറത്തിറക്കിയത് എന്തിനാന്ന് വെച്ചാൽ, എന്റെ ഭാഷയാ, ഇത് ദൈവാലയം പാത്രമാ, ഇത് ആരാധനയ്ക്കുള്ളതാ. ദൈവം തന്നെ ആരാധിക്കാനുള്ളവനെ ദൈവം പുറത്തിറക്കും. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ, അവൻ വേർപാട് പാലിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ. ഇത് വിശുദ്ധീകരിക്കപ്പെട്ട പാത്രമാ. സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. തനിക്ക് പ്രിയമുള്ളവരെ ദൈവം പുറത്തു കൊണ്ടുവരും. ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ അങ്ങ് നിർത്തുക. ദൈവത്തിന് മഹത്വം. 1, സ്തോത്രം. ജീവരക്ഷയ്ക്ക് പുറത്തിറങ്ങിക്കോണം. രക്ഷ യേശുവിൽ കൂടി മാത്രം. 2, ശുശ്രൂഷയ്ക്കായി നീ പുറത്തോട്ട് ഇറങ്ങാൻ പോവുക. 3, ആരാധിക്കാൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ശത്രു തടഞ്ഞു വെച്ചതും ബന്ധിച്ചു വെച്ചതിനെ ഇന്ന് രാത്രി വെട്ടിമാറ്റി. നിന്റെ കുടുംബത്തിൽ ഒരെണ്ണം നശിക്കത്തില്ല, ഒരു കുളമ്പ് പോലും പട്ടുപോകത്തില്ല. അവൻ പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട്. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് എല്ലാവരും ദൈവത്തിന് ദേശം വിടിവിക്കപ്പെടട്ടെ. ഈ ദേശം വിടിവിക്കപ്പെടട്ടെ. ഓരോ കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ഇവിടെ വിതയ്ക്കുന്ന ദൈവത്തിന്റെ വചനം അത് ഫലവത്തായി തീരട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം.